വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരു ക്ഷമ അറിയിക്കുകയാണ്. പൊതുവെ ഗൈഡഡ് ടോക്ക് ഞാൻ മിസ്സാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ലാസ്റ്റ് വീക്കിൽ ഒരു യാത്രയിലായതുകൊണ്ടും അവിടുത്തെ നെറ്റ്വർക്ക് ഭയങ്കര ചലഞ്ചിങ് ആയതുകൊണ്ടുമാണ് പങ്കെടുക്കാൻ പറ്റാത്തത്. പക്ഷേ നല്ല ഡീപ്പായിട്ടുള്ള വിസ്ഡംസ് നമ്മളെ മെൻറ്റർ തെംജീദ് ഹാൻഡിൽ ചെയ്തു. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ GTയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക് തന്നെയാണ്. നമ്മൾ ആക്ച്വലി ഒരു ഫാസ്റ്റിംഗ് മന്തിലൂടെ കടന്നു പോകാം. ഒരു അടക്കം പ്രാപിക്കുന്ന ഒരു സൂക്ഷ്മതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന, കൂടുതൽ നമ്മളെ റീപ്രോഗ്രാം ചെയ്തെടുക്കുന്ന, നമ്മളെ റിഫൈൻ ചെയ്തെടുക്കുന്ന, വൺസ് ഇൻ എ ഇയർ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ കയറ്റി റിപ്പയർ ചെയ്ത് അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കുന്നതിന് വളരെ സാധ്യത കൂടുതലുള്ള ഒരു മന്തിലെ ആദ്യത്തെ GT ആണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു മെൻറ്റി വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പറയുകയാണ്. അപ്പോൾ ആളുടെ ഇന്നലെ അല്ല മെനിയാന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം മെസ്സേജ് അയച്ച് ഇങ്ങനെ സന്തോഷം പറയുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പം ഡൗൺ ആവുകയാണെങ്കിലും നിങ്ങളെ മെൻറ്ററിങ്ങിലുള്ള കുറച്ച് നോട്ട്സ് നോക്കും. ആ നോട്ട്സ് നോക്കുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരും, എന്നിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ഹാപ്പിനെസ് പറഞ്ഞു. അപ്പം അതിനോടൊപ്പം ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഈ റഹ്മ എന്നതിനെ പറ്റിയിട്ട് ഗൈഡിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ, വരുന്ന GT അതാണെങ്കിൽ നന്നായേനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും റിക്വസ്റ്റ് ചെയ്തല്ല. ഐ വാസ് ലൈക്ക് ഓക്കെ നോട്ടഡ്, ശ്രമിക്കാം. അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ നമ്മളെ മെൻറ്റേഴ്സിൻ്റെ മീറ്റിങ്ങുള്ളപ്പോൾ ഞാൻ ടീമിനോട് പറഞ്ഞു നമുക്ക് റഹ്മ എന്നൊരു ടോപ്പിക്ക് എടുക്കാം, അതായിക്കോട്ടെ ഡിസ്കഷൻ. അപ്പോൾ എൻ്റെ ഒരു മെൻറ്റി സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എനിവേ വിനോ, ഞാനിതൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റഹ്മ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അറബിക് ടെർമിനോളജീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് കാരുണ്യമാണ് അത് പ്രതിനിധാനം ചെയ്യണത്. അപ്പം നമ്മൾ പറയും റമളാനിലേക്ക് വരുമ്പോൾ അതിൻ്റെ 30 ദിവസം വ്രതം അനുഷ്ഠിക്കുകയാണ്. എല്ലാ മതങ്ങളിലും വ്രതത്തിൻ്റെ തലങ്ങളുണ്ട്, എല്ലാ മതവിഭാഗങ്ങൾക്കും പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകളുണ്ട് എന്നതാണ്. അപ്പോൾ അതിനൊക്കെ പല ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം അതിൻ്റെ ആത്മീയ തലമാണ്. നമ്മൾ റമളാൻ മന്തിനെ 3 ഭാഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ 10 ദിവസം ഈ കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ ഒക്കെ 10 പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ 10 ദിവസം കൂടുതലായിട്ട് വിശ്വാസികളായിട്ടുള്ളവരൊക്കെ കൂടുതൽ പരിശീലിക്കാറുള്ളത് ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടാനുള്ള റിമംബറൻസുകളും വിക്റുകളും പ്രാർത്ഥനകളൊക്കെയാണ് കൂടുതലായിട്ട്. ഞങ്ങൾക്ക് നിൻ്റെ കാരുണ്യം തരയണമേ, പരമ കാരുണ്യകനായവനെ നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ ചേർക്കണമേ എന്നൊക്കെയാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാറുള്ളത്, ആ കാരുണ്യബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ 10 ദിവസങ്ങളെ പൊതുവെ നമ്മൾ പറയാറുള്ളത് ഈ മഗ്ഫിറത്തിൻ്റെ, ഫോർഗീവ്നെസ്സിൻ്റെ അല്ലേ, നമുക്ക് പാപമോചനം സിദ്ധിക്കേണ്ട, കരഗതമാക്കേണ്ട 10 എന്നുള്ളതാണ്. അതിനുശേഷം മൂന്നാമത്തതിലാണ് ഇളവ് കാക്ഷിക്കുന്ന, ഇളവ് ചോദിക്കുന്ന, അല്ലെങ്കിൽ നരകമോചനം ചോദിക്കുന്ന ഒരു 10 ദിവസമാക്കി മാറ്റുന്നത്. അപ്പം ഇങ്ങനെ 3 ഭാഗിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ശരിക്കും ആദ്യം നമ്മൾ ഫോർഗീവ്നെസ് കഴിഞ്ഞിട്ടല്ലേ ഈ കാരുണ്യത്തിലേക്ക് വരേണ്ടത്? നമ്മൾക്ക് കാരുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കേണ്ടത്. പൊതുവേ നമ്മളൊരു ശൈലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പാപമോചനം കാക്ഷിക്കുക, അതിനുശേഷം നമ്മൾ കാരുണ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം തിരിച്ച് എന്ന് ചോദിച്ചാൽ അതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതിലൊരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ആത്മാർത്ഥമായിട്ട് പാപമോചനം ചോദിക്കണമെങ്കിൽ, നമ്മുടെ പാപമോചനം, നമ്മുടെ ഫോർഗീവ്നെസ് ഹാർട്ട് ടച്ചിങ് ആകണമെങ്കിൽ നമുക്ക് എന്തോരം റഹ്മത്ത്, നമുക്ക് എന്തോരം കാരുണ്യം തമ്പുരാൻ തരുന്നുണ്ടെന്ന് അറിയണം. ആ കാരുണ്യത്തിൻ്റെ വിശാലതയിൽ നിന്നും തിരിച്ചറിയുകയാണ് ശരിക്കും ഫോർഗീവ്നെസ് ആവാം. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് ആദ്യം ആ കുഞ്ഞിൻ്റെ അമ്മയിൽ നിന്നും കിട്ടുന്നത് ഒരുപാട് റഹ്മത്താണ്, ഒരുപാട് കാരുണ്യമാണ്, കമ്പാഷനാണ് അല്ലേ. അതിൻ്റെ തോത് എത്ര ഉണ്ട്, അതിൻ്റെ വിശാലത എത്ര ഉണ്ടെന്ന് ആ കുഞ്ഞിനെ അറിയില്ല. കാരണം അത് കുട്ടിയാണ്, ശിശുവാണ്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കാരുണ്യമാണെന്നോ ഇത് സ്നേഹമാണെന്നോ ഇത് എൻ്റെ അമ്മയുടെ ഔദാര്യമാണെന്നോ ഒന്നും അറിയുന്നില്ല. ആ കുഞ്ഞ് വളർന്ന് ഒരു മെച്ചോർഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് ആ കുഞ്ഞ് തിരിച്ചറിഞ്ഞത്, ഓഫ് മൈ ഗോഡ്, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ചുറ്റിലുള്ളവർ എത്രമാത്രം ഔദാര്യം, എത്രമാത്രം കാരുണ്യം എന്നോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോധത്തിൽ നിന്നും അവർക്ക് ഉണ്ടാകുന്ന ഒരു പശ്ചാത്താപമുണ്ട് അല്ലേ, ഒരു റിയലൈസേഷൻ ഉണ്ട്, ഇത്രയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് അൺടോൾഡ് സാക്രിഫൈസ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നവർ. ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നതാണ് അൺടോൾഡ് സാക്രിഫൈസ്, പറയപ്പെടാത്ത ത്യാഗങ്ങൾ. അപ്പം അവർ പറയൂല, അവരൊരുപാട് നമുക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും അവർ നമ്മൾ നോക്കിയത്, നമ്മളെ പാരൻസിനൊക്കെ പോലെ തന്നെ. അപ്പോൾ അതവർ പറഞ്ഞിട്ടുണ്ടാവില്ല.
പക്ഷെ അവരത് പറയാതെ തന്നെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയാണ് ഇവർ പറയാതെ തന്നെ എത്രത്തോളം ത്യാഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ റിയലൈസേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ, ഒരു ഉരുകലുണ്ട്. അതിൽ നിന്നുമാണ് ശരിക്കുള്ള ഫോർഗീവ്നെസ് വരാന്നുള്ളതാണ്. അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ 3 പത്തുകളെ വിഭജിച്ചിരിക്കുന്നത്. റമദാൻ കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പോൾ നോക്കുമ്പം ആദ്യത്തെ ഈ 10 ദിവസം റഹ്മ കോൺഷ്യസ്നെസ് എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാമല്ലോ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പം ഇന്നത്തെ ഈ ടോപ്പിക് കൊണ്ട് ഫാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ പോകുമ്പം വൈ ഓർ വാട്ട് റഹ്മ കോൺഷ്യസ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആഴത്തിൽ പശ്ചാത്തപിക്കാനുള്ള ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ആഴത്തിൽ മനസ്സിൽ സ്പർശിക്കുമാറ് പശ്ചാത്താപത്തിലേക്ക് കടക്കാൻ, പശ്ചാത്താപത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് നമ്മളെ മനസ്സിനെ എത്തിക്കാൻ നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങളുണ്ട്, നമ്മൾ എത്രത്തോളം കാരുണ്യത്തിലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം കാരുണ്യവാനായവനെ നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് തരയണമേ എന്നൊരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരുണ്യവാനായ ദൈവത്തിൻ്റെ, റഹ്മാനായ തമ്പുരാൻ്റെ റഹ്മത്ത് എന്താ എന്ന് അറിയാനുള്ള അന്വേഷണമാണത്. നീ എനിക്കത് അറിയിച്ചു തരണേ, എനിക്ക് കാരുണ്യം തരണേ എന്ന് ചോദിക്കുന്നത് കണ്ണില്ലാത്തവരാണെന്ന് ഞാൻ പറയാം. ഓൾറെഡി എത്രത്തോളം കാരുണ്യങ്ങളുണ്ട്, അത് കാണാനുള്ള കണ്ണ് തരണമേ എന്ന് പറയുന്നിടത്തു നിന്നുമാണ് കാരുണ്യത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള തേട്ടം. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കാരുണ്യത്തെ തേടുക എന്നുകൂടി പറയാറുണ്ട് അല്ലേ. കാരുണ്യത്തെ ചോദിക്കുക, കാരുണ്യത്തെ തേടുക അല്ലേ. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ദുആ ഇരക്കുക എന്നും പറയാറുണ്ട്, തേടുക എന്നും പറയാറുണ്ട്. എൻ്റെ തേട്ടം നീ കേൾക്കണമേ എന്ന് പറയാറുണ്ട്. അപ്പം തേടുക എന്നതിൻ്റെ അർത്ഥം അടിസ്ഥാനം എന്താണ്? അന്വേഷിക്കലാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ റഹ്മ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കാരുണ്യവാനിൽ നിന്നും വന്നതൊക്കെ കാരുണ്യത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രയാസവും പ്രതിസന്ധികളിലൊക്കെ നമ്മൾ നിൽക്കുന്നത് കാരുണ്യവാനായവൻ്റെ സൃഷ്ടിയാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ ആ പ്രയാസത്തിലും പ്രതിസന്ധികൾക്കുള്ളിലൊക്കെ തന്നെ കാരുണ്യമുണ്ട്. കാരുണ്യത്തിൻ്റെ സ്പർശനം ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ല, ഒരു പ്രതിസന്ധിയും ഇല്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ രൂപയുടെ ആ കാരുണ്യം കാണാൻ പറ്റലാണ് ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടുക എന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അപ്പോൾ ഒരു പക്ഷേ ജസ്റ്റ് നമ്മളൊന്ന് ആ മോഡിലൂടെ ഒരു ഹൈപ്പോത്തറ്റിക്കലി നമ്മൾ ചിന്തിച്ചു പോവുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയം, ഈ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ കുട്ടി ഇരുട്ടിൻ്റെ ലോകത്താണെന്ന് കരുതാം. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. ആ കുട്ടി അതൊന്നും അറിയുന്നില്ല എങ്കിൽ കൂടി നമ്മൾ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചിൽ നോക്കുകയാണെങ്കിൽ ആ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പം ആ കുഞ്ഞ് കാരുണ്യം തേടി നടക്കുകയാണ്. ഞാൻ ഇരുട്ടിലാണ്, എന്താണ് ഇരുണ്ട ലോകം, ഞാൻ എന്തിലും അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും കാരുണ്യം നിറഞ്ഞൊരു അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ വയറ്റിലാണ്, മാതൃഹൃദയം പേർന്നൊരു അമ്മയുടെ ഗർഭപാത്രത്തിലാണ് നീ കിടക്കണം. നീ അപ്പയും കാരുണ്യത്തിലാണ്, നീ പേടിക്കേണ്ട. നിന്നെ ശ്രദ്ധിക്കാനും നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിന്റെ കാര്യം സ്വന്തം കാര്യമായി ഏറ്റെടുത്തിട്ട് നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും പോലും അതിസൂക്ഷ്മതയോട് കൂടിയിട്ട്, സൗമ്യയിലായിട്ട്, സൂക്ഷ്മതയിലായിട്ട്, തക്കവയിലായിട്ട്, സ്നേഹത്തിലായിട്ട്, കാരുണ്യത്തിലായിട്ട് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ കാര്യങ്ങൾ സ്വന്തം കാര്യമാക്കി ഏറ്റെടുത്ത് നടക്കുന്ന ഒരു അമ്മയെ നീ കണ്ടോ? ആ അമ്മയുടെ കാരുണ്യത്തിൻ്റെ അകത്താണ്, ഇരുട്ടിൻ്റെ അറയിലാണ് നീ കിടക്കുന്നതെങ്കിൽ ആ ഇരുട്ടിൻ്റെ അറയിലും നിനക്ക് കാരുണ്യമുണ്ട്. ഈ ബോധ്യം എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും കിട്ടുന്നത്, ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് കാരുണ്യവാനായ തമ്പുരാനെ നിൻ്റെ കാരുണ്യം തരണമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ലക്ഷ്യം സഫലീകരിക്കപ്പെട്ടു. അപ്പോൾ ഒരിക്കലും ഉത്തരങ്ങളോ അല്ലെങ്കിൽ പരിഹാരങ്ങളോ വേണ്ട എന്നുള്ളതല്ല. ഉത്തരത്തിലേക്കും പരിഹാരത്തിലേക്കും അന്വേഷിക്കുന്നതിന് മുന്നേ ഓൾറെഡി ഉത്തരത്തിലേക്കും പരിഹാരത്തിലേക്കും അന്വേഷിക്കുന്നതിന് മുന്നേ നയിക്കുന്നവൻ്റെ ഏത് നയതന്ത്രത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നോക്കണം. നോക്കിയാൽ റഹ്മത്ത് പല രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പല കോലത്തിലാണ്. നോക്കിയാൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന്, ഇരുട്ടറയിൽ കിടക്കുന്ന കുഞ്ഞിന് എന്താണ് കാരുണ്യം, എന്താണ് റഹ്മത്ത്? അതുപോലെ തന്നെ ബ്രേക്കപ്പായി കിടക്കുന്ന വളരെ പ്രയാസപ്പെട്ട മനസ്ഥിതിയിൽ കിടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് തേപ്പ് കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ അവരെ പറ്റിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ലോസ്റ്റായി കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും കാരുണ്യം ഇല്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു 4-5 വർഷം കഴിയുമ്പോൾ അവർ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാരുണ്യ സ്പർശം കിട്ടിയത് ആ നഷ്ടത്തിലൂടെ ആയിരുന്നു, ആ വേദനയിലൂടെ ആയിരുന്നു എന്ന് പറയുമ്പം ആ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ റഹ്മാനായവൻ്റെ റഹ്മത്ത് എന്നതിൻ്റെ നയതന്ത്രം എന്തായിരുന്നു? ഏത് രൂപേണയാണ്, ഏത് തന്ത്രത്തിലൂടെയാണ്, ഏത് ഡിപ്ലോമസിയിലൂടെയാണ് ഇവിടെ റഹ്മത്ത് വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രയാസത്തിലിരിക്കുമ്പോൾ എനിക്കൊരു വഴി കാണുന്നില്ലല്ലോ, എനിക്കൊരു പരിഹാരവും കിട്ടുന്നില്ലല്ലോ എന്നുള്ള പരാതി ബോധത്തിലിരിക്കുക എന്നുള്ളതാണ്. അത് മാറിയിട്ട് എന്ത് തെറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ഇതൊക്കെ സംഭവിക്കുന്നത്
എല്ലാം റഹ്മത്തിലായിട്ട്, എല്ലാം കമ്പാഷനിലായിട്ട്, എല്ലാം എബൻഡൻസിലായിട്ട്, എല്ലാം കാരുണ്യത്തിലായിട്ട് സൃഷ്ടിച്ചവൻ്റെ ചുറ്റിലാണ് ഞാനുള്ളത് എന്ന് പറയുമ്പം നമുക്കുള്ളിൽ നമ്മളെ സൃഷ്ടിച്ച കാരുണ്യവാനായവൻ്റെ കാരുണ്യത്തിലാണ് ഞാൻ, ആ കാരുണ്യത്തിലെ ഒരു ഘടകമാണ്, ഒരു അംശമാണ് ഞാൻ എന്ന ബോധം മറയുമ്പോഴാണ് ഒരാൾക്ക് കാരുണ്യം നിഷേധിക്കപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ എന്നെ സ്മരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്മരിക്കും എന്ന് ദൈവം തമ്പുരാൻ പറയുന്നു അല്ലേ. അപ്പം എന്നെ നിങ്ങൾ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ സ്മരിക്കും എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത് എങ്ങനെയാണ്, അപ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരിക്കണം. ഇപ്പം നേരത്തെ എങ്ങനെ സദാസമയം റിമെമ്പറൻസിലാക്കാന്ന് പറയുമ്പോൾ പല കമൻറ്റുകൾ നമ്മളെ ചാറ്റ് ബോക്സിൽ വന്നു അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സ്മരിക്കണതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഒന്ന് ആലോചിച്ചൊക്കെ, എന്നെ നിങ്ങൾ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ സ്മരിക്കുമെന്ന് പറയുമ്പം നമ്മൾ സ്മരിക്കാൻ കാത്തിരിക്കുന്നല്ല ദൈവം തമ്പുരാൻ പഠിച്ചോൻ നമ്മളെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചോൻ്റെ സദാ ദിക്റിലാണ് നമ്മളുള്ളത്, അവൻ്റെ സദാ റഹ്മത്തിലാണ് നമ്മളുള്ളത്. ഈ സെക്കൻഡിൽ പോലും അവൻ്റെ കാരുണ്യത്തിലാണ് നമ്മൾ. എൻ്റെ ശ്വാസം അവൻ്റെ കാരുണ്യത്തിലാണ് അല്ലേ, എൻ്റെ ചലനം, എൻ്റെ ചിന്തകൾ, എൻ്റെ കാഴ്ച ഒക്കെ. അപ്പോൾ അവൻ നമ്മളെ സ്മരിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മരിച്ചത് കൊണ്ടും മരവിച്ചത് കൊണ്ടും അവൻ്റെ സ്മരണ അറിയുന്നില്ല. നിങ്ങളെ ഞാൻ സദാസമയം സ്മരിക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ഓർത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ എന്നെ ഓർക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടും അല്ലേ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾ അല്ല ദൈവിക സ്മരണയാണ് നിങ്ങൾക്ക് ആത്യന്തികമായ സമാധാനം തരുക എന്ന് പറഞ്ഞാൽ സദാസമയം കാരുണ്യത്തിലായി, കാരുണ്യബോധത്തിലായി, കാരുണ്യവാനായവൻ്റെ കാരുണ്യമായ ലോകത്തിലാണ് നീ, ജീവിതത്തിലാണ് നീ, അവൻ സംവിധാനിച്ച മൂവിയിലാണ് നീ എന്ന് നീ തിരിച്ചറിഞ്ഞ ഘട്ടത്തോട് കൂടിയിട്ട് നീ അറിയാണ് നിന്നെ മറന്നാലും നിന്നെ മറക്കാതെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെക്കുറിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്രത്തോളം എത്തുന്നു അത് നമുക്ക് തരുന്നൊരു ധൈര്യമുണ്ട്. ഞാൻ കാരുണ്യത്തിലാണ്, ഞാൻ കാരുണ്യത്തിലാണ്, ഞാൻ കാരുണ്യത്തിലാണ്. അതിനുള്ള റീസണുകൾ കണ്ടെത്താം. ഞാൻ കാരുണ്യത്തിലാണ് എന്നതിൻ്റെ റീസണുകൾ കണ്ടെത്താം. അപ്പോൾ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും. നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങൾ എണ്ണി തുടങ്ങുന്നില്ല. ഈ നിമിഷം ഞാൻ കാരുണ്യത്തിലാണോ? കാരുണ്യവാനായവൻ്റെ കാഴ്ച എന്നിലിപ്പോൾ പ്രവർത്തിക്കുന്നു. അവൻ്റെ ചലനങ്ങൾ, അവൻ്റെ ഓരോരോ പ്രക്രിയകൾ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ചുറ്റിലുള്ള എല്ലാവരിലും ആ കാരുണ്യത്തിലാണ്. ഈ ബോധത്തിൽ ഒരാൾ നിലനിൽക്കുമ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് കാരുണ്യമല്ലാതെ മറ്റൊന്നും കൊണ്ടുവരില്ല. കാരണം അവൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രയാസവും വന്ന് പിടിച്ചു കുലുക്കിയപ്പോൾ പോലും അവൻ്റെ അകത്ത് അവൻ ഉണർത്തിയത് അവൻ്റെ വജ്രായുധമാകുന്ന ദ കോൺഷ്യസ്നെസ് ഓഫ് റഹ്മയാണ്. ഈ വിഷയത്തെ ഞാൻ ഏതു ബോധത്തോടു കൂടിയിട്ടാണ് നേരിടാൻ വേണ്ടി പോകുന്നത്? പരാതിയുടെ ബോധത്തിലാണോ, പരിഭവത്തിൻ്റെ ബോധത്തിലാണോ, ഭയത്തിൻ്റെ ബോധത്തിലാണോ, സംശയത്തിൻ്റെ ബോധത്തിലാണോ? അപ്പം നീ സ്മരണയിലല്ല. ഇനി സംശയത്തിൻ്റെയും പരാതിയുടെയും ബോധത്തിലായിരുന്നു. സംശയവും പരാതിയും ഭീതിയും പരാജയവും ഒക്കെ നിന്നെ കാരുണ്യവാനായവനിലേക്കുള്ള സ്മരണ ഉണർത്താൻ സഹായിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ നഷ്ടങ്ങളും ആ പേടിയൊക്കെ നിനക്ക് ഗുണം ചെയ്യുന്നു. നീ അനുഗ്രഹത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആ ഓർമ്മയിലേക്ക് തിരിച്ചെത്താനുള്ള ചില കാറ്റലിസ്റ്റുകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആ ഓർമ്മയുടെ ആഴം വർദ്ധിപ്പിക്കാനുള്ള ചില കാരണങ്ങൾ മാത്രമായിരുന്നു ആ ഭയവും ഭീതിയും അല്ലെങ്കിൽ പരാജയം എന്നൊക്കെ പറയാം. നേരെ തിരിച്ചിട്ട് നമ്മൾ ആ ഒരു പരാജയം വരുന്നു, ഒരു ഭയം വരുന്നു, അല്ലെങ്കിൽ ഒരു സംശയം വരുന്നു, അതിൽ നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ, അതിൽ ഓവർ ആലോചിച്ച് കാട് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ആ റഹ്മ കോൺഷ്യസ്നെസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം എന്ത് തന്നെ സംഭവിച്ചാലും കാരുണ്യവാനായവൻ, വിശാലമായവൻ്റെ അനുഗ്രഹം നമ്മളോടൊപ്പം സദാസമയമുണ്ട്. അവൻ നമ്മളെ കൈവെടിയുന്നില്ല, നമ്മളോടൊപ്പം തന്നെയുണ്ട്. കണ്ട നാളത്തോളം അടുത്തിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഓരോ ശ്വാസത്തിനും കാരണമായവൻ, ഓരോ ശ്വാസത്തിലും അവൻ്റെ കയ്യൊപ്പുണ്ട് എന്ന ബോധത്തിലേക്ക് തിരിച്ചു വരാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ് നമ്മൾ നരകത്തിലാകുന്നത്, നമ്മൾ കഷ്ടത്തിലാകുന്നത്. അതിലേക്ക് തിരിച്ചു വരാൻ നമ്മളെ സഹായിക്കുന്ന എന്തോ ഒന്ന്, അതാണ് അനുഗ്രഹബോധം, കാരുണ്യബോധം. ആ കാരുണ്യബോധം നമ്മൾ എന്തിലേക്ക് നയിക്കും? പശ്ചാത്താപത്തിലേക്ക്. നമ്മൾ പല കാര്യങ്ങൾക്ക് പശ്ചാത്തപിക്കുന്നവരാണ്. അതിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു മഗ്ഫിറത്ത് അല്ലെങ്കിൽ ഒരു ചോദ്യം, ഒരു പശ്ചാത്താപത്തിൻ്റെ ചോദ്യം, ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം, പലപ്പോഴും പരാജയ ഭീതിയിലും സംശയത്തിൻ്റെ മുൾമുനയിലും ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ കാരുണ്യവാനായവൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ആ മറന്നുപോയതിന് ഓർത്ത് ഖേദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മഗ്ഫിറത്തായിട്ട് മാറും, അതൊരു നല്ല ഫോർഗിവ്നെസ് പ്രാക്ടീസായിട്ട് മാറുമെന്നുള്ളതാണ്. ഇത് നമ്മൾ പരിശീലിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെ പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്നു. പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കാരുണ്യത്തെ പറ്റിയിട്ട് ഓർക്കൂ. ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ്.
നമ്മളെ മൈൻഡിനെ ട്യൂൺ ചെയ്യുക, നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴേക്ക് പലപ്പോഴും ആളുകൾ ദൈവത്തെ മറന്നു പോവാണ്. മറന്നു പോയതിന് ശേഷം ഉള്ള അനുഗ്രഹങ്ങളും മറന്നു പോവാണ്. ഉള്ള അനുഗ്രഹങ്ങളും കാരുണ്യവാനായവനെയും മറന്നതിന് ശേഷം ഇതൊന്നുമില്ലാത്തൊരു തമ്പുരാനിലേക്ക് പോവാണ്. തമ്പുരാനിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ വലിയൊരു പ്രശ്നമെന്ന് പിടിച്ചു കുലുക്കുമ്പോൾ പോലും ഇതിനെനിക്കൊരു രക്ഷയില്ല, എനിക്കിതിലൊന്നും കിട്ടാനില്ല, ഞാനാകെ തളർന്നു പോയി, ഞാനാകെ ഇല്ലാണ്ടായി എന്ന് പറയുമ്പം ആ പ്രയാസം തരുന്ന നിമിഷത്തിലും എനിക്ക് കാരുണ്യമുണ്ട് എന്നുള്ള കാരുണ്യത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പോയിട്ട് പഠിച്ചോനെ തമ്പുരാനെ ഇത് മാറ്റിത്തരണമേ എന്ന് പറയുമ്പോൾ അത് അനീതിയാണ്. കാരണം ആ പ്രയാസത്തെ നമ്മൾ പ്രയാസമായി തന്നെ കണ്ടു. ആ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ എനിക്കൊരു കാരുണ്യം കിട്ടിയിട്ടില്ല എന്ന അഹങ്കാര ബോധത്തിലാണ് നമ്മൾ പോകുന്നത്. ഈ അഹങ്കാര ബോധത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ആദ്യം ആ പ്രയാസം നിലനിൽക്കെ തന്നെ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ കാരുണ്യം അതിനോടൊപ്പം എനിക്ക് വന്നിട്ടുണ്ട്, ഇതിൻ്റെ കണക്കെടുക്കലാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതിയും നിനക്കാണ് തമ്പുരാനെ എന്ന ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ പറയുന്ന സമർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഉദ്ദേശം. എല്ലാ പ്രാർത്ഥനകളും ഹംദോട് കൂടിയിട്ടാലോ തുടങ്ങാൻ പറഞ്ഞത്, പ്രൈസിങ്സോട് കൂടിയിട്ടാലോ തുടങ്ങാൻ പറഞ്ഞത്. എപ്പോഴാണ് നമുക്ക് പ്രൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? വെറുതെ പ്രൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ പോലും ആ പ്രയാസത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കലാണ് പ്രാർത്ഥന. ദൈവത്തോട് അതിന് പരിഹാരം കണ്ടെത്താൻ വരൽ ചോദ്യമാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആ ചോദിക്കുന്ന തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകുമ്പം വെറുതെ ഇങ്ങനെ ഒരു ഭംഗിവാക്കിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതിന് മുന്നേ ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ അടിക്കണം, ഒന്ന് പൊക്കി അടിക്കണം എന്ന് പറഞ്ഞാൽ ഈ വലിയ സംഭവമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട് മാറ്റിത്തരണേ എന്ന് പറയത് ഒരു തരം അഭിനയമാണ്. അതിനപ്പുറത്തേക്ക് എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും സമർപ്പിക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് എന്താ പറയുക ദൃഢതയോട് കൂടിയിട്ട് സാക്ഷ്യം വഹിക്കുമാറ് പറയാൻ പറ്റണം, ഈ പ്രയാസത്തിനൊക്കെ മീതെ, ഈ പ്രയാസത്തിൽ പോലും അനുഗ്രഹം സംവിധാനിച്ചവനാണ് നീ, ഈ പ്രയാസത്തിൽ പോലും എനിക്ക് നിൻ്റെ കാരുണ്യം അറിയാം. ഒരു പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അധികം വൈകാതെ ഈ പ്രയാസത്തിൽ ഒരുപാട് ഞെരുക്കങ്ങൾക്ക് ശേഷം ഇളവ് തരുന്ന, വിശാല തരുന്ന തമ്പുരാനെ, ഇതിൻ്റെ അകത്തും വലിയൊരു കാരുണ്യമുണ്ട്, ചിലതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചിലതെനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, അത് നീ എനിക്ക് ക്ഷമിച്ച് നിന്നേക്കണേ, നീ ചെയ്യുന്നതെല്ലാം നല്ലതിനാണ്, നിൻ്റെ എല്ലാ കർമ്മങ്ങളും നീ സംവിധാനിച്ചതൊക്കെ നന്മയിലാണ്, കാരുണ്യത്തിലാണ്, കാരണം നീ കാരുണ്യവാനാണ്. കാരുണ്യവാനിൽ നിന്നും ഒരിക്കലും വേദനിപ്പിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് താൽക്കാലികമാണ്. അതിലൊരു നയതന്ത്രമുണ്ട്, ഒരു നീതിയുണ്ട്. ആ നീതിയിലേക്കും ആ നയതന്ത്രത്തിലേക്കും തുറന്നു കാണാനുള്ള കണ്ണെനിക്കില്ലാത്തതുകൊണ്ട് ഞാനിത് ആ സർവ്വതും നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്, നീ എനിക്കിപ്പോഴും കാരുണ്യമാണ് തരുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉരുവിട്ടതിന് ശേഷം കം ടു ദ പ്രയർ. അപ്പോഴാണ് ഫോർഗീവ്നെസ്സും താണ്ടി, ഗ്രാറ്റിറ്റ്യൂഡും താണ്ടി ലവ് എന്ന സ്റ്റേറ്റിൻ്റെ പ്രയർ സ്റ്റേറ്റിലേക്ക് നമ്മൾ കടന്നു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന, ആഴത്തിൽ ക്ഷമ ചോദിക്കാനുള്ള, ഡീപ്പസ്റ്റ് പെയിനിൽ നിന്നുമാണ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയാറുണ്ട്. ഡീപ്പസ്റ്റ് പെയിൻ. അപ്പോൾ ഡീപ്പസ്റ്റ് പെയിനിലേക്ക് നമ്മളെ അനലൈസ് ചെയ്യുമ്പം നമ്മളിൽ തന്നെ നമ്മൾ കാണാതെ പോയ ചില അനുഗ്രഹങ്ങളുണ്ട്, ചില കാരുണ്യങ്ങളുണ്ട്. അതിനെ ഓർത്തിട്ട് ഇത് കണ്ടില്ലാലോ, ഇതിന് ഞാൻ നന്ദി പ്രകാശിപ്പിച്ചില്ലാലോ, നന്ദി പറഞ്ഞില്ലാലോ, പ്രകടിപ്പിച്ചില്ലാലോ എന്ന് ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഉരുകലുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും. ആ ഉരുകലിൻ്റെ അവസ്ഥയിൽ നിന്നും വരുന്ന ഒരു ഫോർഗീവ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇമാം അലിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഒരു കോട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോട്ടാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്ത് നന്മാവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ട് ആ തെറ്റുകളെ ഓർത്ത് വേദനിച്ച് പാപമോചനം ചോദിക്കുന്ന, ഡീപ്പസ്റ്റ് സിന്നുകളിൽ നിന്നും അതിൽ പെയിൻ ഉണ്ടായിട്ട് അതിൽ നിന്നും പാപമോചനം ചോദിക്കുന്നവരുടെ രണ്ടാളുടെ പ്രാർത്ഥനകൾ നമ്മൾ കൊണ്ടുവച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ നിന്നും ഞാൻ അഹങ്കാരിയായി പോയല്ലോ, ഞാൻ നന്ദികേട് കാണിച്ചല്ലോ എന്ന തിരിച്ചറിവിൽ നിന്നും വരുന്ന പ്രാർത്ഥനക്കായിരിക്കും ഏറ്റവും വലിയ ശക്തി കൂടുതൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ തെറ്റുകൂടി ചെയ്യുന്നവനായിട്ട്, തെറ്റിലേക്ക് കൂടി പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന പ്രേരണ മനസ്സോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചതിന് പിറകിൽ പോലും മനുഷ്യൻ അതിൽ നിന്നും പാപമോചനം തേടി തിരിച്ചു വരുമ്പോൾ ആ പാപമോചനത്തിൻ്റെ ആഴം കൂട്ടാൻ, അതും അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു മാജിക് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള. ഇതിനർത്ഥം പാപങ്ങൾ ഒരുപാട് ചെയ്യുക എന്നുള്ളതല്ല. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാരുണ്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പോലും, കാരുണ്യത്തെ അന്വേഷിക്കുമ്പോൾ പോലും കാരുണ്യം കാണാതെ പോയതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള വ്യതയെക്കുറിച്ചിട്ടാണ്. ഈ കാരുണ്യം കാണാതെ പോയതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള വ്യതയിൽ പിന്നെ പരാതിയില്ല. ആകെയുള്ള പരാതി ഞാനത് കണ്ടില്ലാലോ, ഞാനൊരു പരാതി പറച്ചിലുകാരൻ മാത്രമായി പോയല്ലോ എന്നോർത്തിട്ടുള്ള വേദനയിൽ നിന്നും വരുന്നൊരു പരാതിയുണ്ട്. ഈ പരാതിയാണ് സ്നേഹത്തിൻ്റെ പരാതി എന്ന് പറയുന്നത്. സ്നേഹത്തിൽ നിന്നുമുള്ള പരാതി എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്നേഹിക്കുന്ന ആൾക്കാർ, സ്നേഹത്തിലുള്ള ആൾക്കാരുടെ പരാതികൾ വല്ലാത്തൊരു മൊഞ്ചാണ് ആ പരാതിക്ക്. അവർ പറയും,
എനിക്ക് ഇന്നെ തന്നെ ഇഷ്ടമില്ല, എന്നാലും ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചില്ലേ, അങ്ങനെ ഞാൻ ചോദിക്കേണ്ടിയിരുന്നല്ലോ, എനിക്ക് അറിയായിരുന്നല്ലോ, അതൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതല്ലേ, എന്നിട്ടും ഞാൻ എന്തിനാ അങ്ങനെ അയച്ചത്, എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ എന്താ ഇങ്ങനെ, എനിക്കിനെ തീരെ ഇഷ്ടമാണില്ല, എങ്ങനെയാ നീ എന്നെ സഹിക്കുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ആ പരാതിയുടെ ഉള്ളിൽ തന്നെ സ്നേഹത്തിൻ്റെ നിഷ്കളങ്ക ഭാവം നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ളൊരു സംഭാഷണം, അത്തരത്തിലുള്ളൊരു കോൺവെർസേഷൻ കാരുണ്യം കാണാതെ പോയതിൽ നിന്നും, കാരുണ്യം അറിയാതെ പോയതിൽ നിന്നും, കാരുണ്യത്തിലായിട്ടിരിക്കെ തന്നെ കാരുണ്യം എന്താണെന്ന് അറിയാണ്ട് പരാതി പറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള വേദനയിലേക്ക്, നിങ്ങളുടെ ആഴത്തിലേക്ക് നിങ്ങളുടെ മനസ്സിന് പ്രാപ്തപ്പെടുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ പരിശീലിപ്പിച്ചെടുക്കാനുള്ള കുറച്ച് ദിനങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാരുണ്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ഓരോ കാരുണ്യത്തെ പറ്റിയും ഓർക്കുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് വരുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും ഓർക്കുക. ആ ഓർത്തിട്ട് ആ കാരുണ്യത്തെ പറ്റി നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുമ്പം കണ്ണ് നിറയാതിരിക്കില്ല. ഹൃദയത്തിൽ തട്ടുന്നുണ്ടെങ്കിൽ കണ്ണ് നിറയാതിരിക്കില്ല. ആ കണ്ണ് നിറയുന്ന അവസ്ഥയിൽ അത് രണ്ട് അവസ്ഥയിൽ നിറയും. ഒന്ന് അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്തിട്ട് ഓ ഞാൻ ഇത്രമാത്രം ബ്ലെസ്ഡ് ആണല്ലോ എന്നുള്ളത്, അതിനോടൊപ്പം തന്നെ ഒരു സ്വരം കൂടി വരും പാരലായിട്ട്, ഇത്രയും ബ്ലെസ്ഡ് ആയിട്ട് ഞാനൊരു നന്ദി പോലും ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടം. ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് പോകും. ഒരു ഭാഗത്ത് ആനന്ദമാണ്, സന്തോഷമാണ്, അത്ഭുതമാണ്, അതേ സമയത്ത് തന്നെ ഇതിനൊന്നും ഞാൻ നന്ദി കാണിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു വേദനയില്ലേ, ആ വേദന, ഇതിനെ രണ്ടിനെയും ചേർത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കാം. ആ ഇരുത്തത്തിന് വല്ലാത്തൊരു ഹരമായിരിക്കും, വല്ലാത്തൊരു സുഖമായിരിക്കും. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങൾ തന്നിട്ടുള്ളത്, അതിലൊക്കെ ഓരോരോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പം കരയുക എന്നത്, വേദനിക്കുക എന്നത് ആസ്വദിച്ച് ചെയ്യാനൊരു പ്രതിഭാസമാണ്. അത് എവിടെയാണത് ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്നത്, അനിവാര്യമാകുന്നത്? ദൈവസന്നിധിയിലേക്ക്, റഹ്മ എന്ന കോൺഷ്യസ്നെസ്സിലേക്ക് അതിനെ സമർപ്പിച്ചിട്ട് നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ നന്ദികേടുകൾ, നമ്മൾ മറന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സ്മരിക്കുമ്പം, അത് ഓർത്തിട്ട് നിങ്ങൾ കരയുമ്പം, നിങ്ങളുടെ കണ്ണീരിങ്ങനെ ഒഴുകുന്ന സമയത്ത് അതൊരു ഡീപ്പസ്റ്റ് ഹീലിംഗ് ആണ് എന്നുള്ളതാണ്. ആ കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന സമയത്ത് നിങ്ങളുടെ മറ്റുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നോക്കാം. ആ പ്രശ്നങ്ങളെ കാണുമ്പം, ആ പ്രശ്നങ്ങളെ പറയണമല്ലോ എന്ന് ആലോചിക്കുമ്പം നമുക്കത് പറയാൻ പോലും തോന്നില്ല. കാരണം ഇനിയും ഞാൻ പരാതി പറയലാണ് ആവശ്യം, എത്രത്തോളം ഞാൻ നന്ദി ചെയ്ത് തീർക്കാനുണ്ട്, ഇതിലും എനിക്ക് കുറച്ച് കഴിഞ്ഞ് നന്ദി പറയാനുള്ളതല്ലേ, ഇനിയും ഞാൻ പ്രശ്നം കൊണ്ട് വരാണോ, ഇനി ഞാൻ പ്രശ്നം ഇങ്ങനെ പറയാൻ വേണ്ടി വരാണോ എന്നൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പം പ്രശ്നങ്ങളെ നോക്കിപ്പോലും പുഞ്ചിരിക്കാനും പുച്ഛിക്കാനും ഒരേ സമയം അനുഗ്രഹത്തിൻ്റെ ബോധം ഉണർത്തുന്ന മനസ്സ് പ്രശ്നങ്ങളെങ്ങനെ നോക്കി പുഞ്ചിരിക്കും, കണ്ണീരോടുകൂടി പുഞ്ചിരിക്കും. ഇനിയും ഉണ്ടായിക്കോട്ടെ, അനുഗ്രഹത്തിലേക്കുള്ള യാത്രയാണല്ലോ, ഇതിലും എൻ്റെ റഹ്മ കോൺഷ്യസ്നെസ് ഉണർന്നിരിക്കുന്നു. അതേസമയം തന്നെ ആ പ്രശ്നത്തിൻ്റെ മറ്റൊരു തലം, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാത്ത ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ ഇനിയും പരാതിയും കൊണ്ടാണോ അങ്ങോട്ട് പോകുന്നത് എന്ന ചിന്തയിൽ നിന്നും വല്ലാത്തൊരു വേദനയും വരും. ഇത് രണ്ടിങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അനുഗ്രഹത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും, ബൗനൽ ഖൗഫ് വർ റജാ നമ്മൾ പറയാറുണ്ടല്ലോ, പ്രതീക്ഷയുടെയും, അല്ലേ, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ, ആ പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ ചെറിയ ഭയത്തിൻ്റെയും ഭീതിയുടെയും, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെയാണ് ഒരു വിശ്വാസിയുടെ യാത്ര. ആ രണ്ടവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ആ പ്രശ്നത്തെ നമ്മൾ നോക്കിക്കാണുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തെ നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക്, സന്തുലനാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ഇംബാലൻസുകൾ ഉണ്ടായിരിക്കും, അത് വരുന്നതോടുകൂടി ആകെ മൊത്തം ബാലൻസ് തെറ്റിപ്പോയി. തുടക്കത്തിൽ തന്നെ ഷാന നിങ്ങൾ റിമൈൻഡ് ചെയ്ത് ബാലൻസിനെ പറ്റിയിട്ടല്ലേ, നമ്മുടെ ലൈഫിൽ ഓരോ പോയിന്റുകൾ, ഏതോ ഒരു കാര്യമായിരിക്കും മറ്റുള്ള എല്ലാത്തിൻ്റെയും ബാലൻസ് കളഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അവെയർനെസ്സിലൂടെ, ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ തന്നെ പതിയെ ആ ബാലൻസ്, നഷ്ടപ്പെട്ട ബാലൻസ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ നഷ്ടപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നമോ പ്രയാസമോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളോ കടന്നു വരുമ്പോഴേക്ക് റഹ്മ എന്ന കോൺഷ്യസ്നെസ്സിലാണ് നിങ്ങൾ അപ്പോഴും എന്നറിയുമ്പോൾ ആ ബോധത്തിൽ നിങ്ങൾ തെന്നുമ്പോഴാണ് അത് നിങ്ങളെ ബാധിക്കുന്നത്. ആ നിമിഷത്തിൽ നിങ്ങൾ റഹ്മത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു, കാരുണ്യ ബോധത്തിൽ നിങ്ങൾ പറിച്ചു നട്ടപ്പെട്ട അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെട്ട, ഡിസ്കണക്ട് ചെയ്യപ്പെട്ട അവസ്ഥയിലായി. ഈ അവസ്ഥയിൽ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം നമ്മൾ അവിടെ തന്നെ എത്തും. വീണ്ടും ആ എത്രത്തോളം അനുഗ്രഹങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം, അതൊക്കെ നടക്കാനുള്ളതൊക്കെ നടക്കും, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ എന്തോരം നല്ല കാര്യം ജീവിതത്തിൽ നടക്കുന്നുണ്ട്, അത് നോക്കി നമുക്ക് പോയാൽ പോരെ, അത് കാരണം എന്തോരം നല്ല നിമിഷങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി, ഇനിയും അത് നഷ്ടപ്പെടുത്തലാണ് നമ്മുടെ ഉദ്ദേശം എന്ന് ചിന്തിക്കുമ്പം വീണ്ടും നമ്മളുടെ ജീവിതം തന്നെ നീ എത്ര തവണ റഹ്മത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിട്ട് റഹ്മത്തിലേക്ക് തന്നെ വന്നു. അപ്പോൾ റഹ്മത്തിൽ നിന്നും റഹ്മത്തിലേക്കുള്ള നടക്കലാണ്, അല്ലെങ്കിൽ വട്ടം കറങ്ങലാണ് നിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കറക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഷയങ്ങൾ വന്ന് നിന്നെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നീ റഹ്മത്തിൽ തന്നെ അടക്കം പ്രാപിക്കുന്നുണ്ടോ? ആ റഹ്മത്തിൽ അടക്കം പ്രാപിക്കാനുള്ള പരിശീലനമാകട്ടെ ആദ്യത്തെ 10 ദിവസത്തെ നോമ്പ്, അടക്കം പ്രാപിക്കുക, സൗം എന്ന് പറയുന്ന നോമ്പ് എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയയെ നമ്മൾ സംവിധാനിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് കമ്മിങ് ടു ദാറ്റ് അവെയർനെസ്,
ആ റഹ്മ എന്ന കോൺഷ്യസ്നെസ്സിലേക്ക്, ആ റഹ്മ എന്ന അവെയർനെസ്സിലേക്ക് നമ്മളെ നിലനിർത്തുന്നതിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അവിടെയാണ് ഭക്ഷണം വേണ്ട എന്ന് വെക്കുന്നിടത്ത്. ഞാൻ എല്ലാ റമദാൻ എത്തുന്ന സമയത്തും ഫാസ്റ്റിംഗ് പീരീഡ് എത്തുന്ന സമയത്തും പൊതുവേ ഉണർത്തുന്ന ഒരു സംഭവമാണ്, ഒരു കാരണവശാലും റമദാനിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ നോമ്പെടുക്കുമ്പോഴും നിയ്യത്ത് ഇൻറ്റൻഷനൊക്കെ കീപ്പ് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും നോമ്പെടുക്കുന്ന സമയത്ത് ഓരോ ഇൻറ്റൻഷൻ വെച്ച് ഇങ്ങനെ നോമ്പിനെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത റമദാൻ എത്തുമ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് ഒരു 10 കിലോ കുറയ്ക്കണം എന്ന ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഇൻറ്റൻഷൻ ഫോർ ദ നെബ്സ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഭൗതിക തലത്തിലുള്ള ഒരു ഇൻറ്റൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വിശാലമായ സാധ്യതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ അംശത്തിൽ നിന്നും അല്ലെങ്കിൽ ആത്മീയ ഭാവത്തിൽ നിന്നും ഉണർത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മറച്ചു വെച്ചിട്ട് വാട്ട് ഈസ് ദ ജനറൽ ഇൻറ്റൻഷൻ ഫോർ ദിസ് റമദാൻ എന്ന് വെച്ചാൽ, ഈ റമദാനിൻ്റെ ഏറ്റവും വലിയ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 5 കിലോ കുറയ്ക്കലാണ്, അല്ലെങ്കിൽ എൻ്റെ ഫിറ്റ്നസ് സെറ്റാക്കലാണ്, എൻ്റെ ഡയറ്റ് സെറ്റാക്കലാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എപ്പോഴും ആകാം. അത്തരത്തിലുള്ള ഇൻറ്റൻഷനിലേക്ക് നിങ്ങൾ വ്യതിചലിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്പിരിച്വൽ ലെയറിൽ പോയിട്ട് ടച്ച് ചെയ്താൽ അതിൽ നിന്ന് ഒരുപാട് മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു കാര്യം സ്പിരിച്വൽ റെലമിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഇമോഷണൽ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ബെനിഫിറ്റ്സ് സ്വാഭാവികമായിട്ട് വരുമെന്നുള്ള. ഫോർ ആൻ എക്സാമ്പിൾ, ഇഫ് യു ആർ ഡൂയിങ് 5 ടൈംസ് പ്രയർ, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ പരിശീലിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി തന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് ചില ഹെൽത്ത് ബെനിഫിറ്റ്സ്, മറ്റുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനെ ഗോളാക്കി വെക്കാതിരിക്കുക എന്നുള്ളത്. അതിനെ ഗോളാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ് പിന്നെ പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് ഫിസിക്കലി എന്ത് ബെനിഫിറ്റ് കിട്ടും, നമുക്ക് എന്ത് മെൻ്റലി ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്നവർക്ക് പ്രെയർ എന്ന് പറഞ്ഞാൽ കേവലം ഒരു മെൻ്റൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് പോലുള്ളൊരു സാധനമായിട്ട് മാറും. എനിക്കിങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞപ്പം ഖുർആൻ ഓതി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി, ഒരു ആശ്വാസം കിട്ടി. അപ്പോൾ ആ ആശ്വാസവും സമാധാനം മാത്രം ലക്ഷ്യമാക്കി വെക്കാതെ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം? ഇറ്റ് ഈസ് ഫന, ഇറ്റ് ഈസ് ലിക്ക. അവിടെ വരുന്നത് ഫനാവും ലിക്കാവും ബക്കാവും ഒക്കെയാണ്. ഇൻ ദ സെൻസ് ഡിവൈൻ അലൈൻമെൻറ്റും ഡിവൈൻ റിമെമ്പറൻസും ഡിവൈൻ മുനാജാത്തും കോൺവെർസേഷൻ വിത്ത് ദ ഗോഡ്, ഇതൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ്. അത് മാറിയിട്ട് നമ്മുടെ കോൺവെർസേഷൻ എന്നുള്ളത് നേരെ കൺവേർട്ട് ചെയ്യപ്പെട്ടത് ഇത്തരം ഗോളുകളിലേക്കാകുമ്പോൾ സമാധാനമുണ്ട്, ആശ്വാസമുണ്ട് എന്നതിലേക്കാകുമ്പം അതൊരു മെൻ്റൽ ഗോളായിട്ട് മാറുന്നുള്ളൂ. മനസ്സിനോ ശരീരത്തിനോ വികാരങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല ഈ ആത്മീയമായിട്ടുള്ള റിച്വലുകൾ എന്ന് പറയുന്നത്, സ്പിരിച്വൽ പ്രാക്ടീസുകൾ എന്ന് പറയുന്നത്. അത് ഈസ് എക്സാക്ട്ലി ഫോർ ദ പർപ്പസ്, ഫോർ ദ നീഡ്സ് ഓഫ് ദ സോൾ എന്നുള്ളതാണ്. അത് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുമ്പം സോള് നമുക്ക് റിവാർഡ് തരും. നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ, 11 മാസവും ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിചാര ചിന്തകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടങ്ങിയിട്ട് ഒതുങ്ങി നിന്ന് തന്നു. അപ്പോൾ ഒരു മാസമെങ്കിലും നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒതുക്കി കൊടുക്കുമ്പോൾ ആത്മാവിനൊന്ന് റിപ്പയർ ചെയ്തെടുക്കാനുള്ള, സോളിനൊന്ന് റിപ്പയർ എടുക്കാനുള്ളതാണ്. ഈ നോമ്പ് എന്തിനാണ് എന്ന് ചോദിക്കുമ്പം ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്കുള്ളതാണെന്നാണ് പറയുന്നത്, പടച്ചോനിക്കുള്ളതാണെന്ന് പറയുന്നത്. പടച്ചോനിക്കുള്ളതാ എന്ന് പറഞ്ഞാൽ സിംപ്ലി അത് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. ആത്മാവിനെ പറ്റി ചോദിച്ചപ്പോൾ അത് ആരോടും ചോദിക്കേണ്ടതായിട്ടില്ല, കാരണം അത് ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയിലുള്ള ഒരു സംഭവമാണ് ആത്മാവ്. അതിനെ പറ്റിയിട്ട് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ രഹസ്യം ദൈവത്തിന് മാത്രമേ, പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതേ ഘട്ടത്തിൽ തന്നെ നോമ്പ് എന്ന് പറയുന്ന പ്രാക്ടീസ്, സോം എന്ന് പറയുന്ന പ്രാക്ടീസ് ദൈവത്തിനുള്ളതാണ്. അപ്പോൾ ദൈവത്തിനുള്ളതാണെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ദാറ്റ് ഈസ് കണക്റ്റിംഗ് ടു ദ പാർട്ട് ഓഫ് ദ സോൾ. നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ളത് ആത്മസംസ്കരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഒരാളുടെ ആത്മാവ് എത്രത്തോളം സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു, സംസ്കരിക്കപ്പെട്ട ആത്മാവിൽ നിന്നും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളൊക്കെ ആ ആത്മാവിൽ നിന്നും എനർജി എടുത്തിട്ടാണ്, ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ശരീരവും മനസ്സൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള എല്ലാ തലങ്ങളിലും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻറ്റൻഷൻ തെറ്റിപ്പോകാതെ, പർപ്പസ് തെറ്റിപ്പോകാതെ, കംപ്ലീറ്റ്ലി നമ്മുടെ സോളിലേക്കുള്ള അലൈൻമെൻറ്റും നമ്മുടെ സോളിൻ്റെ എലവേഷനും മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം എക്സാക്ട്ലി നമ്മൾ ഈ പറഞ്ഞ ഫാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതെന്നുള്ളതാണ്. ബട്ട് ഫാസ്റ്റിംഗ് എന്ന പ്രൊസീജിയറിലൂടെ കടന്നു പോകുമ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് ബെനിഫിറ്റ്സ്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറിയ മക്കളെ മറ്റേ ഇത് ചെയ്താൽ മിഠായി കിട്ടും, അല്ലെങ്കിൽ മിഠായി വാങ്ങിച്ചിരുന്നു പറയുന്ന പോലെ തന്നെ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും, ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ എല്ലായിടത്തും ഇതിങ്ങനെ കാണിക്കുക. ഇത് കാണിച്ചാൽ മാത്രമേ ആൾക്കാർ ഫാസ്റ്റിങ്ങിലേക്ക് വരുള്ളൂ. ഇത് കാണിക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് ഫാസ്റ്റിങ്ങിനോട് ആത്മാർത്ഥത ഉണ്ടാകുന്നത്. ഞാനിതിന് മുന്നേ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ പറയുമ്പം അത് കിട്ടുന്നു എന്നത് കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ, ആരാധിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്?
അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യൂലേ? അപ്പോൾ കൂടുതലായിട്ട് റിവാർഡുകൾ വേണ്ട എന്നുള്ളതല്ല, റിവാർഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നാച്ചുറലി വരട്ടെ. അത് വന്നാലും വന്നിട്ടില്ലെങ്കിലും വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ? ഈ ഇൻറ്റൻഷൻ തെറ്റിപ്പോകാതിരിക്കട്ടെ. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ പലപ്പോഴായിട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും സ്റ്റാറ്റസുകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇത്തരം കാര്യങ്ങളാകുമ്പം പല ആളുകളുടെയും ഫാസ്റ്റിംഗ് ഗോള് എന്ന് പറയുന്നത് അറിഞ്ഞും അറിയാതെ തന്നെ ഇതാകുന്നു. ഇനി ഇതിലിങ്ങനെ സ്റ്റാറ്റസ് വെക്കാനും ബാക്കിയുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട്. കാരണം കണ്ടോ കണ്ടോ ഫാസ്റ്റിംഗ് എടുത്താൽ ഇത്രയും ബെനിഫിറ്റ് ഉണ്ട്. ഇതാരെ കാണിക്കാനാണ്? ഇതാരെ കാണിക്കാനാണ്? കണ്ടോ, നമ്മൾ വെറുതെ എടുക്കല്ല, ഇതിന് ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്, സയൻസ് വരുന്നു. സയൻസ് പറഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ. സയൻസ് പ്രൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ. ഞാനിവിടെ സംസാരിക്കുമ്പം പലപ്പോഴും ശാസ്ത്രത്തെ ചേർത്ത് വെച്ച് പറയാറുണ്ട്. അതിനർത്ഥം ശാസ്ത്രം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുന്നില്ല. ശാസ്ത്രത്തിൻ്റെ രീതിയിലൂടെ പറഞ്ഞ് ചില ആളുകൾക്ക് ലോജിക്കലി കണക്ട് ചെയ്യുന്നത് ഗുണകരമാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എല്ലാവരും ശാസ്ത്രീയമായി പറഞ്ഞാൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന് പറയുമ്പം ഇന്ന് പല ആളുകൾക്കും ഈമാൻ കൂടാനും അതുപോലെ തന്നെ ഒരു 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 ഓപ്പൺനെസ് കിട്ടാനും ശാസ്ത്രീയമായി തന്നെ പറയണമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് ഇതിൻ്റെ വഴിക്ക് വന്നോട്ടെ എന്നതുകൊണ്ട് അത് തന്നെ ആകണമെന്ന് വാശി പിടിക്കുമ്പം നമ്മൾ ഓവർ സയൻറ്റിഫിക് നമ്പറിലേക്ക് പോകാൻ അതൊരു കാരണമാകും. നമുക്ക് മിതത്വം വേണം, ബാലൻസ് വേണം എന്നുള്ളതാണ്. അപ്പം ലഹരി എന്നത് എന്ത് കാര്യം വർദ്ധിക്കുന്നു അളവിൽ കൂടുന്നു അതാണ് ലഹരി എന്ന് പറയുന്നത് അല്ലേ. ഏതൊരു കാര്യം അളവിൽ കൂടുതൽ നമുക്ക് കിട്ടിയാൽ അത് ലഹരിയായിട്ട് മാറുന്നില്ല. ലഹരിയായ കാര്യത്തിൽ നമ്മൾ ഓവർ ആക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ഫുട്ബോൾ ലഹരിയാണെങ്കിൽ സാധാരണ കുട്ടികൾ 1 മണിക്കൂറാണ് ഗ്രൗണ്ടിലേക്കെങ്കിൽ ഇവർ 5 മണിക്കൂർ നിൽക്കും അല്ലേ. മറ്റൊരുത്തന് പഠനം ലഹരിയാണെങ്കിൽ സാധാരണ കുട്ടി 1 മണിക്കൂർ പഠിക്കും, ഇവൻ 6 മണിക്കൂർ പഠിക്കും. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതിനും കൂടുതൽ ചെയ്യുന്നതെന്തോ അതാണ് നമുക്ക് ലഹരി എന്ന് പറയാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. എന്നാൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആത്മീയ ലഹരിയിൽ മാത്രമാണ്. നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ലഹരിയാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ അതിനെ പ്രിയോറിറ്റൈസ് ചെയ്ത് അതിൽ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടതായിട്ട് കാണുന്നതാണ്. അപ്പോൾ മറ്റുള്ള എല്ലാ ലഹരികളും വിലക്കപ്പെടാനുള്ള കാരണം നീ തേടേണ്ട ഒരേ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ ആത്മീയ ലഹരിയാണ്. ആത്മീയ ലഹരി നീ കണ്ടെത്തുമ്പോഴാണ് ദൈവിക ലഹരി അറിയാം. അത് അറിഞ്ഞ ബെനിഫിറ്റ് എന്താണ്? ആ ലഹരി നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിനക്ക് ലഹരി ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ആലോചിക്കുക, ഫുട്ബോളിലുള്ള ലഹരിയും കൊണ്ട് നീ ഭയങ്കര ഫുട്ബോൾ ഫാനാണ്, നീ ഭയങ്കരമായിട്ട് പാഷനേറ്റാണ്, ഫുട്ബോളിൽ നീ മുഴുകി ജീവിക്കുക ആയിക്കോട്ടെ. പക്ഷെ ഫുട്ബോളിൽ നീ മുഴുകി ജീവിക്കുന്നതിലൂടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, നിൻ്റെ പഠനം നഷ്ടപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ നിൻ്റെ ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം നിനക്ക് കൊടുക്കാൻ പറ്റില്ല. ആ ലഹരി നിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നുണ്ട്. ആത്മീയ ലഹരി വരുമ്പോൾ മാത്രമാണ് നീ കളിക്കാൻ പോകുന്നതിൻ്റെ കളിയിൽ ക്യാമ്പനാകുന്നു, പഠിക്കാൻ പോകുന്നതിൻ്റെ പഠനത്തിൽ ക്യാമ്പനാകുന്നു, നീ ഫാമിലി പോകുന്നതിൻ്റെ ഫാമിലി ക്യാമ്പനാകുന്നു. വാട്ട് ഹാപ്പൻസ്? നിന്നിൽ ആത്മീയ ലഹരിയാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കുള്ളിൽ തന്നെയുള്ള ആത്മാവിലുള്ള നമ്മളെ ആത്മാവിൻ്റെ ലഹരിയെ ഓണാക്കാൻ ശാരീരികവും മാനസികവുമായിട്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും അടക്കം പ്രാപിക്കുക. അതാണ് കണ്ണിനെ സൂക്ഷിക്കുക. സൂക്ഷ്മാലുക്കളാകാൻ വേണ്ടിയിട്ട് എന്തിൽ സൂക്ഷ്മത പ്രാപിക്കാൻ? നിങ്ങളുടെ കാഴ്ചയെ, നിങ്ങളുടെ കേൾവിയെ, നിങ്ങളുടെ സംസാരത്തെ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുക. എങ്ങനെ സൂക്ഷിക്കുക? അത് അതിര് കഴിയാതെ സൂക്ഷിക്കുക അല്ലേ. അതായത് ലഹരി എത്തണം നമ്മൾ അറിയാതെ നമ്മൾ ഓവർ സംസാരിക്കുന്നത്, വേണ്ടാത്തതിലൊക്കെ പോയിട്ട് എല്ലാത്തിലേക്കും കണ്ടിങ്ങനെ തുറന്നു വെച്ചാൽ എല്ലാം ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നതൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി അടുത്ത് പ്രോസസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷ്മത പ്രാപിക്കുമ്പോഴാണ് ട്രൂത്തിൽ നിൽക്കുന്ന തുടക്കത്തിൽ ഷാനു ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ട്, നശിക്കാത്തത് എന്നു നിലനിൽക്കുന്നത് ട്രൂത്തിൽ നിലനിൽക്കുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ദാറ്റ് ഇസ് അവർ സോൾ. അപ്പോൾ നിങ്ങൾ ആ സോളിനെ കേൾക്കലാണ് ആരാധനാ കർമ്മങ്ങളുടെ മർമ്മപ്രധാനമായ കാര്യം. ലിസണിങ് ടു യുവർ ഗോഡ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാസ്റ്ററുടെ സ്റ്റോറിയിൽ വരുന്നുണ്ട്, ഒരാളിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നത് ഒരു മാസ്റ്റർ ഇങ്ങനെ മാറിയിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഇദ്ദേഹം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഇദ്ദേഹം ചോദിച്ചു ആ പ്രാർത്ഥിച്ച ആളോട്, ആ ഗുരു ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചോ? പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പം അയാൾ സ്റ്റക്കായി. അല്ല, ദൈവം പഠിച്ചവനെന്ത് പറയാൻ, ഞാൻ എൻ്റെതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഗുരു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പറയൽ മാത്രമേ ഉള്ളൂ, 2-way കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, മൂപ്പര് ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് കേൾക്കല്? അപ്പോൾ ആ ഗുരു പറഞ്ഞു, കുറച്ച് ഗ്യാപ്പ് ഇടാം, കുറച്ച് പോസ് ഇടാം, കുറച്ച് സൈലൻസ് ഇടാം. മനസ്സിലായില്ലേ? ആ സൈലൻസിൽ ഇങ്ങനെ ഇരിക്കലാണ്. നമ്മളിങ്ങനെ അങ്ങോട്ട് പറയൽ മാത്രമല്ല, ഇങ്ങോട്ട് കേൾക്കാനുള്ള സ്പേസ് കൂടി ഇട്ട് കൊടുക്കുക. അതാണ് പറഞ്ഞ മീ ടൈമും മെഡിറ്റേഷനും നമ്മൾ ഈ പറഞ്ഞ റിമംബറൻസിലിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോസ് ഇടലാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഒരു മാസം നിങ്ങൾ ആ പോസിലാണ്, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കല്ല, ഇങ്ങോട്ട് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കണം. അതിനാണ് നിങ്ങളുടെ കണ്ണാണ് സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെന്താ അങ്ങനെ ആയത്, അതെന്താ ഇങ്ങനെ, ഇതിങ്ങനെയാണില്ലേ, ഓ അവരവിടേക്ക് പോവാണില്ലേ, ഇവരിവിടേക്ക് വരാണില്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളറിയാതെ നമ്മളെ സൃഷ്ടിച്ച പഠിച്ചവനോടാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങൾ അറിയുന്നില്ല അത്. നിങ്ങളുടെ ഓരോ കാഴ്ചയും അവൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
നിങ്ങളുടെ ഓരോ ചിന്തകളും അവൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻഫർമേഷൻ നിങ്ങൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? നല്ല രുചിയുള്ള ഫുഡിലെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതവിടെ തീരല്ല. നല്ല ടേസ്റ്റ് ഉണ്ട് തമ്പുരാനെ, ആരോട് നിങ്ങൾ പറയാണ്. അല്ലാണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇതെന്താ ഇങ്ങനെ ആയിട്ടുള്ളത്? ഇപ്പം നല്ല സുഖമുണ്ടല്ലേ, നല്ല തണുപ്പുണ്ടല്ലേ, നല്ല തണുപ്പുണ്ടല്ലേ, നിങ്ങളിങ്ങനെ അനുഭവിക്കുമ്പോൾ പോലും നിങ്ങൾ അറിയാതെ നല്ല തണുപ്പുണ്ട് കേട്ടോ റബ്ബേ എന്നുകൂടി നിങ്ങൾ അറിയാതെ പറയുന്നുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറേ പറഞ്ഞില്ലെങ്കിൽ പഠിച്ചോനിക്കൊന്നും പറയാനില്ലേ എന്നതിന് നമ്മൾ സ്പേസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ബോധപൂർവം പഠിച്ചോൻ കുറച്ച് നേരം ഉറക്കം കൂടി സെറ്റാക്കിയത്. കാരണം ഉറങ്ങുന്ന സമയത്തെങ്കിലും മിണ്ടാണ്ടിരിക്കും, നിങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പണിയെടുക്കട്ടെ എന്ന രൂപയാണ് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റമൊക്കെ സെറ്റാക്കി, ഒന്ന് അടങ്ങിക്കിടക്ക് കുട്ടിയെ എന്ന രീതിയിലൊന്ന് സിസ്റ്റമൊക്കെ സെറ്റാക്കി. ഏറ്റവും വലിയ ഹീലിങ്ങുകളൊക്കെ നടക്കുന്നത് എന്തിലാണ്? ഉറക്കത്തിലാണ്. ഉറക്കം ഒരു ആരാധനയാണ് അല്ലേ? എന്തുകൊണ്ട് ഉറക്കം ഒരു ആരാധനയാക്കി മാറ്റാനുള്ള കാരണം ഉറക്കത്തിലാണ് പല ആൾക്കാരും ശരിക്കും പഠിച്ചവനെ കേൾക്കുന്നത്. ദാറ്റ് മീൻസ് അവരൊന്ന് അടക്കം പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഉറക്കത്തിൽ സംഭവിക്കുന്ന അടക്കത്തെ ഉണർച്ചയിൽ സംഭവിപ്പിക്കാനുള്ള അവസരമായിട്ടായിരിക്കണം നിങ്ങൾ ഈ ഫാസ്റ്റിങ്ങിനെ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കണ്ടതിലൊക്കെ പോയിട്ട് തലയിടാതെ, എല്ലാത്തിലും പോയിട്ട് ചെവി വെച്ച് കൊടുക്കാതെ, കുറച്ച് കൂടുതൽ എൻ്റെ ഉള്ളിലുള്ള സത്യത്തിന് എന്നോട് എന്ത് പറയാനുണ്ട്, ഇത്രയും മാസങ്ങളെടുത്ത് ഞാനിങ്ങനെ വ്യത പൂണ്ട കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അകത്തുള്ള സത്യത്തിന് എന്ത് പറയാനുണ്ട്, ആ സത്യത്തെ നിങ്ങൾ കേൾക്കുന്നതിന് നിങ്ങളെ വേറിട്ട് നിർത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങൾ ആ ഡിസ്കണക്റ്റഡ് പാർട്ടിൽ നിന്നും കണക്ട് ചെയ്യിപ്പിക്കാനാണ് ആദ്യം അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ റഹ്മത്തിൻ്റെ ബോധത്തിലേക്ക് വരാൻ പറയുന്നത്. അതിനുശേഷം നിങ്ങളെ മഗ്ഫിറത്തിൻ്റെ ഫോർഗിവ്നെസ്സിൻ്റെ ബോധത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം ഇളവ് ചോദിക്കുന്ന, വിമോചനം ചോദിക്കുന്ന, സെറ്റ് ഫ്രീ സംഭവിക്കുന്ന മോക്ഷത്തിൻ്റെ പത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷബോധത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞത്. ഈ 3 പ്രോസസ്സും കറക്റ്റ് ആകുമ്പോഴേക്ക് അടുത്ത 11 മാസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കാൻ, നിങ്ങളുടെ ആത്മാവിനെ കേൾക്കാൻ, നിങ്ങളുടെ ആത്മനാഥൻ്റെ നിയന്ത്രണത്തിലായിട്ട് അവൻ ഇങ്ങോട്ട് എന്ത് പറഞ്ഞു അത് നിങ്ങളുടെ ചിന്തകളായിട്ട് മാറുന്ന അവസ്ഥ, നാട്ടുകാരെന്ത് പറഞ്ഞു അത് നിങ്ങളുടെ ട്രൂത്തായിട്ട് മാറാതെ, ഒരു കാര്യം നാട്ടുകാർ പറയുമ്പം, ലോകം പറയുമ്പം നിങ്ങളുടെ അകത്തുള്ള അവൻ എന്താ നിങ്ങളോട് പറയാനുള്ളത്, അകത്തൂടെ നിങ്ങളോട് സംവദിക്കുന്ന അവൻ എന്ത് പറയാനുണ്ട്, അതുകൂടി കേട്ടിട്ട് നമ്മുടേതായ ട്രൂത്തിൽ നിന്നുകൊണ്ട് ആ കാര്യത്തെ പ്രോസസ്സ് ചെയ്യാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിട്ട് മാറും. കേട്ട ഉടനെ ചാടിക്കയറിയിട്ടൊന്നും ചെയ്യൂല, നമ്മൾ ഇമ്പൾസീവ് ആവില്ല, നമ്മൾ റിയാക്റ്റീവ് ആവില്ല, നമ്മൾ റെസ്പോൺസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. ഇതിനൊക്കെ ഒരു മാസം നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ കറക്റ്റായിട്ടുള്ള റീസെറ്റിംഗ് മോഡിലൂടെയാണ് റംസാനിലൂടെ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ, മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ, ഞാൻ ഗൈഡഡ് കോഡ് ചെയ്ത കുറേ പേര് ഇതിലുണ്ടായിരിക്കും, ഗൈഡഡ് കോഡ് ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളതിൽ റീപ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് യു ഗോ ത്രൂ ദ ഫാസ്റ്റിംഗ് നമ്മൾ കടന്നു പോകുമ്പോൾ നാച്ചുറലി തന്നെ നമ്മുടെ മനസ്സും ശരീരവും സെല്ലുകൾ പോലും ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ സ്റ്റാർവേഷൻ പട്ടിണി കിടക്കുന്ന സമയത്ത് നാച്ചുറലി തന്നെ നമ്മുടെ സെല്ലുകൾക്ക് പോലും റീപ്രോഗ്രാമിംഗ് സംഭവിക്കുന്നുണ്ട്, റീസെറ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അതിനാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. ഓട്ടോഫേജി മീൻസ് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ പട്ടിണി കിടക്കുമ്പം നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ വീക്കായി കിടക്കുന്ന കോശങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും നല്ലതല്ലാത്ത കോശങ്ങളൊക്കെ നല്ലതായ കോശങ്ങൾ തന്നെ തിന്ന് ഇല്ലാണ്ടാക്കി നശിപ്പിച്ച് റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, എന്നതുകൊണ്ട് ഫാസ്റ്റിങ്ങിൻ്റെ ഇൻറ്റൻഷനും പർപ്പസും ഇതാക്കി മാക്കരുത്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ റീപ്രോഗ്രാമിങ് ഞാൻ ഗൈഡഡ് കോഡിൽ 10 ടൂളുകളാണ് നമ്മൾ പൊതുവെ പറഞ്ഞു തീർക്കാറുള്ളത്. 100 ദിവസം എടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തീർക്കാറുള്ള 10 ടൂളുകളാണ് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാനുള്ള, റീകണ്ടീഷൻ ചെയ്തെടുക്കാനുള്ള. ഓക്കെ, ആത്മസംസ്കരണത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആത്മസംസ്കരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മനസ്സിലൂടെയും നമ്മുടെ വികാരങ്ങളിലൂടെയും നമ്മുടെ പ്രവർത്തനത്തിലൂടെ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരാളുടെ ആത്മാവ് സംസ്കരിക്കപ്പെട്ടില്ലേ, ഒരാളിൽ ഒരു ആത്മസംസ്കരണം നടന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ ആത്മാവിനെ ശുദ്ധിയാക്കുക എന്നുള്ളതല്ല. അയാളുടെ ആത്മാവിൻ്റെ ഊർജ്ജത്തെ എടുത്തുകൊണ്ട് അയാളുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ആത്മാവിൻ്റെ ഊർജ്ജം എടുത്തിട്ട് ആത്മസംസ്കരണം, ആ ഊർജ്ജം കൊണ്ട് വെളിച്ചം കൊണ്ട് സംസ്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ആ സംസ്കരണത്തിന് ശേഷം അയാളുടെ ചിന്തകളിൽ വന്ന മാറ്റമാണ്, അയാളുടെ കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസങ്ങളാണ്, അയാൾ ലോകത്തെ നോക്കിക്കാണുന്ന രീതികളിലാണ്. അപ്പോൾ ആത്മസംസ്കരണത്തിൻ്റെ മാസത്തിലൂടെ കടന്നു പോയിട്ട് ഇതൊന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ മാറ്റം വന്നോ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നോ, നമ്മുടെ ഇടുങ്ങിയ മനസ്സ് വിശാലതയിലേക്ക് എത്തിയോ, ഇങ്ങനത്തെ കുറേ കണക്കെടുപ്പുകൾ ആക്ച്വലി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ റീപ്രോഗ്രാമിംഗ് എന്ന ടോപ്പിക്ക് നമ്മൾ പറയുമ്പോൾ 10 ടൂളുകൾ പറയാറുണ്ട്. ഈ 10 ടൂളുകളും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയാത്ത കുറച്ച് അഡ്വാൻസ്ഡ് പാർട്ടുണ്ട്. അതിൽ പൊതുവേ സ്പിരിച്വൽ റീപ്രോഗ്രാമിംഗ് എന്നൊരു പെർസ്പെക്റ്റീവ് വരുമ്പം സ്പിരിച്വൽ റീപ്രോഗ്രാമിങ്ങിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞ 2 ടൂളുകളുണ്ട്. അതിൽ ഒരു ടൂള് സൈലൻസ് ആണ്.
സൈലൻസ് എന്ന് പറയുന്നത് അത് മെഡിറ്റേഷൻ്റെ അഡ്വാൻസ്ഡ് സ്പേസ് ആണ്. ഒരു ഗൈഡഡ് ഓഡിയോ ഒന്നും ഇല്ലാണ്ട് സൈലൻസ് എന്ന് പറയുന്ന മൗനം വ്രതം എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു വ്രതമായി തന്നെ ആചരിക്കാറില്ല അല്ലെ, മൗനവ്രതം. അപ്പം ഒന്ന് സൈലൻസ് ആണ്. സൈലൻസ് എന്നത് നമ്മൾ അഡ്വാൻസ് ലെവലിൽ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. കാരണം സൈലൻ്റ് ആകുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇൻറ്റേർണലി കോഗ്നിറ്റീവ് ലെവലിൽ നമ്മൾ വയലൻസിൽ നിന്നുകൊണ്ട് തന്നെ കടിച്ചമർത്തി മിണ്ടാണ്ട് നിൽക്കലല്ല സൈലൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചൂസ് ചെയ്യലാണ് ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റേർണലി ഭയങ്കര വയലൻസിലായിരിക്കും, മിണ്ടാണ്ടിരിക്കായിരിക്കും. അപ്പം നമ്മൾ പറയും അവർ മിണ്ടാണ്ടിരിക്കണേനേക്കാളും നല്ല എന്തെങ്കിലും പറഞ്ഞതാണ്. കാരണം പറയുന്നതിനേക്കാളും കൂടുതൽ അപകടമാണ് അവർ പറയാതിരുന്നാൽ. ആ സൈലൻസ് അല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്ന് സൈലൻസ് ആണ് ഒരാൾ സ്പിരിച്വൽ ലെവലിലും അഡ്വാൻസ് ലെവലിലും റീപ്രോഗ്രാം ഓട്ടോ സെറ്റ് ചെയ്യുന്ന, കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. മറ്റൊന്ന് പറയുന്നത് പഠനങ്ങൾ ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് അഡ്വാൻസ് ലെവലിൽ ഒരാളെ റീപ്രോഗ്രാം ചെയ്യാൻ മീൻസ് ഒരാൾക്ക് വിട്ട് കളയാൻ പറ്റാത്ത, ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങൾ. ഇപ്പോൾ ചില ആൾക്കാർ എനിക്കത് മനസ്സിൽ നിന്ന് വിട്ട് കളയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അറ്റാച്ച്മെൻറ്റ് വിട്ട് കളയാൻ പറ്റില്ല, ഇങ്ങനെ പല കാര്യം ഭയങ്കര ഞാൻ പൊസസീവ് ലെവലിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ഹൃദയത്തിൻ്റെ രോഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ആ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ശരിക്കും മനസ്സിൻ്റെ തലത്തിലുണ്ടാകുന്ന ഇത്തരം തലങ്ങളാണ്. ഇതുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഊർജ്ജത്തെ ആക്സസ് ചെയ്യാൻ പറ്റാതെ പോകും. നമ്മുടെ സ്പിരിച്വൽ പവർ മൊത്തത്തിൽ താഴ്ന്ന് പോവുക. നമ്മുടെ പ്രയറിൻ്റെ പവർ പോലും മാനിഫെസ്റ്റേഷൻ പവർ പോലും ഇത്തരം സാധനങ്ങൾ താഴോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ലിമിറ്റിംഗ് ബിലീഫുകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് എനിക്കിതൊന്നും തീരെ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ പറയും ട്രൈ ഫോർ ഫാസ്റ്റിംഗ്. നിങ്ങൾ കുറച്ച് ദിവസം ഫാസ്റ്റിംഗ് എടുക്കുക, വ്രതം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിലെ ഈ റീസെറ്റ് പീരീഡ് റീസെറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നാച്ചുറലി തന്നെ നമുക്ക് ഒരുപാട് റീപ്രോഗ്രാമിങ്ങൾ ഫാസ്റ്റായിട്ട് നടത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ദർ ഇസ് എ ബെനിഫിറ്റ് ഇൻ റീപ്രോഗ്രാമിംഗ് ത്രൂ ഫാസ്റ്റിങ്ങിലൂടെ നമ്മുടെ റീപ്രോഗ്രാമിങ്ങിനെ സ്പീഡപ്പ് ചെയ്യാൻ, കാറ്റലൈസ് ചെയ്യാൻ, ഇൻറ്റൻസിഫൈ ചെയ്യാൻ ആക്ച്വലി ഫാസ്റ്റിങ്ങിന് പറ്റുമെന്നാണ് പഠനങ്ങൾ എന്നെ പറയുന്നതാണ്. ആദ്യമൊക്കെ നമ്മളെ ഗൈഡഡ് കോഡൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ പൊതുവേ സെഷൻസ് എടുക്കുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ ടൂൾ കൂടി പറയാറുണ്ടായിരുന്നു. പിന്നെ അത് വളരെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമ്മളത് കൂടുതൽ ഡിസ്കസ് ചെയ്യാറില്ല എന്നല്ല. പക്ഷേ ഫാസ്റ്റിംഗ് ഒരു നല്ല ടൂളാണ്. ഇപ്പോൾ നാളെ നമ്മൾ തുടങ്ങുന്ന റംസാൻ സ്പെഷ്യൽ GC ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. റംസാൻ സ്പെഷ്യൽ GCയുടെ ഒരു പ്രത്യേകത നമ്മൾ എങ്ങനെയാണ് ഫാസ്റ്റിങ്ങിനെ നമുക്ക് ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റാന്നില്ല. ഒരിക്കലും ഇൻറ്റൻഷൻ ഇതാക്കലല്ല, നമ്മൾ ഓൾറെഡി ഫാസ്റ്റിങ്ങിലൂടെ കടന്നു പോവാണ്. പാരലലി ആ ഫാസ്റ്റിംഗ് പീരീഡിലൂടെ റീപ്രോഗ്രാമിംഗ് അവയർനെസ്സിലേക്ക് വരുമ്പം ഹൗ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ഗൈഡഡ് കോഡ് ചെയ്യാത്തവരോ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന ഞാൻ പറയും ഇതൊരു നല്ല മൊമെൻറ്റാണ്. കാരണം ഓൾറെഡി വി ആർ ഇൻ ദാറ്റ് കോൺഷ്യസ്നെസ്, ഓൾറെഡി വി ആർ ഇൻ ദാറ്റ്. അപ്പം നമുക്ക് ഡിസിപ്ലിനുകളിലേക്ക് വരാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള. പല ആൾക്കാരും പറയാറുണ്ട് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, ഡിസിപ്ലിൻഡ് ആകാൻ പറ്റുന്നില്ല, ഫോക്കസ്ഡ് ആകാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ ഏറ്റവും നല്ല ടൂളാണ് ആക്ച്വലി ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. വിശപ്പ് ഒരു വല്ലാത്ത സംഭവമാണ് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ എണ്ണപ്പെട്ടുള്ളൊരു സാധനമാണ് വിശപ്പ് എന്നുള്ളത്, ഭക്ഷണം എന്നുള്ളത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ നമ്മുടെ മനോനിയന്ത്രണത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് സമയത്തേക്ക് അത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ മെൻ്റൽ പവർ അത്രക്കും ഹൈ ആയിട്ടിരിക്കുകയാണ്, അത്രയും റിച്ച് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ രൂപേണ ആ റിച്ച്നെസ്സിലേക്ക് എത്തുമ്പോൾ, ആ സ്റ്റേറ്റിലേക്ക് നമ്മളെത്തുമ്പം നമ്മുടെ പവർ നമ്മൾ റീക്ലെയിം ചെയ്തിരിക്കുക. ആ റീക്ലെയിം ചെയ്ത സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വർക്കാവും. അപ്പോൾ നമ്മൾ പറയും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾ ഇന്നർ മൈൻഡിനോട് സംസാരിക്കുമ്പോൾ ഇന്നർ മൈൻഡ് പെട്ടെന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അത് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യാനും റെഡിയാവും. അപ്പോൾ അതുപോലെ തന്നെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് പോലെ തന്നെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ദ സ്റ്റേറ്റ് ഓഫ് ഫാസ്റ്റിംഗ്, ദ ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ്. അത് നമ്മളൊരു ഫിസിക്കൽ, അതായത് നമ്മളൊരു ശാരീരികമായിട്ടുള്ള പ്രയത്നത്തിലൂടെ നമ്മളെ മനസ്സിനെ റീസെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള. നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ അത് ശരീരത്തിലും പ്രതിഫലിക്കും, ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലും. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് യോഗ അല്ലെങ്കിൽ ജിമ്മ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫിസിക്കൽ ബെനിഫിറ്റ് മാത്രമല്ല കിട്ടുന്നത്, മെൻ്റൽ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട്, ഇമോഷണൽ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. നന്നായിട്ട് മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, നന്നായിട്ട് ഈ വിക്കർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന, ആ സ്റ്റേറ്റ് കറക്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിസിക്കൽ ബെനിഫിറ്റ്സും ഉണ്ടാവാറുണ്ട്. അവരുടെ മൈൻഡ് അത്രയും എലവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ആ ഫേഷ്യൽ ഗ്ലോ മുതൽ ആ ഫിസിക്കൽ ഹെൽത്ത് ചേഞ്ചസ് മുതൽ എല്ലാം നമുക്ക് കാണാൻ പറ്റാണ്. സോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടാണ് പാരലലി ആണ് ആക്ച്വലി നമ്മുടെ മൈൻഡും ബോഡിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇൻ സെയിം വൈസ് നമ്മുടെ ശരീരത്തെ അടക്കം പ്രാപിക്കുന്ന ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ കടന്നു പോകുന്നത് സെയിം ടൈമിൽ തന്നെ നമ്മളെ മൈൻഡിനെ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആകുന്നില്ല. സോ ഓൾറെഡി ഗൈഡഡ് കോഡ് ചെയ്ത ആൾക്കാരെ കണ്ട് ഞാൻ പറയും, ഈ സമയങ്ങളിൽ ഫാസ്റ്റിങ്ങിലൂടെ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ ഗൈഡഡ് കോഡിലെ ടൂളുകളൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് മുന്നേ വർക്കാവാത്ത ടൂളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വർക്കാവുന്നതാണ്.
ഓക്കെ, ലോകത്തിൽ അറിയപ്പെടുന്ന ട്രെയിനേഴ്സിൽ ഒരാളാണല്ലോ ടോണി റോബിൻസൺ. അറിയാത്തവർ വളരെ വിരളമായിരിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ ഡിസിപ്ലിനുകളിലും മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഡിഫറെൻറ്റ് ടൂളുകളുണ്ട്. ആ ടൂളുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് വർക്കായില്ല എന്നതിനർത്ഥം ടൂള് വർക്കാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആ ടൂള് റൈറ്റായ രീതിയിലല്ല നമ്മൾ ടൂളിൽ വർക്ക് ചെയ്തെന്നുള്ളതാണ്. അപ്പം ടൂള് ചെയ്യുന്ന നമ്മൾ പല ടൂളുകളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കതിന് റിസൾട്ട് കിട്ടിയില്ല എന്നതിനർത്ഥം ആ ടൂള് റിസൾട്ട് ഇല്ല എന്നുള്ളതല്ല. എക്സാമ്പിൾ ഇങ്ങനെ തന്നെ എടുക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല. ദാറ്റ്സ് ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവൺ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. അത് ശരിയാണോ എന്നുള്ളതാണ്. ഈ മരുന്ന് കുടിച്ചാൽ രോഗം മാറുമെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ ആ മരുന്ന് കുടിച്ചു, എൻ്റെ രോഗം മാറില്ല. ദാറ്റ് മീൻസ് ഈ മരുന്ന് ഈ രോഗത്തിന് മാറ്റാൻ കാരണമല്ല, ഈ രോഗം മാറ്റാൻ ഈ മരുന്ന് സഹായിക്കില്ല. അങ്ങനെയാണോ? അല്ല. അപ്പം നമ്മൾ ഭയങ്കര സെൽഫിഷായിട്ട് ചിന്തിക്കുകയാണ്, എനിക്ക് മാറിയില്ലല്ലോ അതുകൊണ്ട് ലോകത്തിലായിരിക്കും മാറൂല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മാറിയിട്ടില്ലെങ്കിൽ, എനിക്ക് വർക്കായിട്ടില്ലെങ്കിൽ, എനിക്ക് വർക്കാവാതിരിക്കുന്ന എന്താണ് എന്നിലുള്ളത് എന്നതാണ് നമ്മൾ ആക്ച്വലി അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ അനാലിസിസിൽ പോകുമ്പോഴാണ് എനിക്ക് വർക്ക് ചെയ്യുമാർ ഇതെങ്ങനെയാണ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തുക. അതാണ് ഓരോരുത്തരുടെ ട്രൂത്ത് കണ്ടെത്താന്ന് പറഞ്ഞാൽ ജനറൽ ട്രൂത്തിനെ നിഷേധിച്ചിട്ടല്ല. ജനറൽ ട്രൂത്ത്, ദൈവം സത്യമാണ്, പ്രാർത്ഥന സത്യമാണ്. ഇറ്റ്സ് എ ജനറൽ ട്രൂത്ത്, ജനറൽ റിയാലിറ്റി. ആ ജനറൽ റിയാലിറ്റിയെ എൻ്റെ ഇൻഡിവിജ്വൽ റിയാലിറ്റി ആക്കി മാറ്റുന്നതിൽ ഞാൻ കണ്ടെത്തേണ്ട ട്രൂത്ത് എന്താണ്? അവിടെ ആയിരിക്കും ഞാൻ ഇങ്ങനെ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കൂടി ആക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പറയും ഫാസ്റ്റിംഗ്, ജനറലി പറയുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് ആക്ച്വലി നമ്മളിൽ ഓട്ടോഫേജ് വർക്ക് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഒരാൾ ഫാസ്റ്റിങ്ങിലൂടെ പോകുന്ന അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പം അയാൾ പറയാത്ത ഇത് വർക്കാവുന്നില്ല. പക്ഷെ അയാളെ പറ്റി പഠിക്കുന്നു, അയാളുടെ ആ ഇൻഡിവിജ്വൽ ട്രൂത്ത് കണ്ടെത്താൻ അയാളെ നോക്കുമ്പോഴാണ് അയാൾക്ക് അവിടെ സയൻസ് കൂടി ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അയാളെ ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇയാൾ 12 മണിക്കൂറാണ് ഫാസ്റ്റിംഗ് എടുത്തത്. ഇയാളുടെ മെറ്റബോളിക് ലെവലും സ്ട്രെസ് ലെവലും ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാൾക്കൊരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്താൽ ഓട്ടോഫേജ് ഓൺ ആവുന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി ഫാസ്റ്റിംഗ് വർക്കായിട്ടല്ല, ഇയാൾ 12 മണിക്കൂർ എടുത്തിട്ടുള്ളൂ, ഇയാൾക്ക് 12 മണിക്കൂറേ ടൈം പീരീഡ് ഉള്ളൂ. പക്ഷേ 16 മണിക്കൂറാണ് ഇയാളുടെ ബോഡിയുടെ ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോരുത്തർക്കും വാരി ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ജനറലി ഫാസ്റ്റിംഗ് വിൽ ബി ഹെൽപ്പിംഗ് ടു പ്രോസസ് ദ ഓട്ടോഫേജി. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ ജനറൽ ട്രൂത്തിനെയും ഇൻഡിവിജ്വൽ ട്രൂത്തിനെയും അലൈൻ ചെയ്യിപ്പിക്കാതെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ജനറൽ ട്രൂത്ത് പ്രെയർ ആണ്, ജനറൽ ട്രൂത്ത് ഡിവൈനാണ്, ജനറൽ ട്രൂത്ത് അത് റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ സെയിം വൈസ് നമ്മൾ പല ടൂളുകളും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് വർക്കൗട്ട് ചെയ്യാത്തതാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാതെ എനിക്കത് എന്തുകൊണ്ട് വർക്കൗട്ട് ആവുന്നില്ല എന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കാം. അപ്പോൾ നമ്മൾ ആ ട്രൂത്തിനെ നിഷേധിക്കാതെ എനിക്കെന്തുകൊണ്ട്. ഇനി അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദൈവം ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, എനിക്ക് ദൈവം ഉണ്ടെന്നുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, എന്നതുകൊണ്ട് ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട്, എന്തുകൊണ്ടായിരിക്കാം എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റാത്തത്, അപ്പോൾ ഞാൻ അതിൽ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അതിൽ എന്താണ് തിരുത്തേണ്ടത്, ഞാൻ അതിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഞാൻ അതിൽ എന്താ കണ്ടെത്തേണ്ടത് എന്ന അന്വേഷണത്തിലൂടെ പോകുമ്പം ദൈവത്തെ നിഷേധിക്കാതെ എനിക്ക് അനുഭവപ്പെടാത്ത ദൈവമുണ്ട് എന്ന എന്നിലെ അവസ്ഥയെ ഞാൻ നിഷേധിക്കുകയാണ്. ആ അവസ്ഥയെ നിഷേധിക്കുമ്പോൾ നമ്മൾ ട്രൂത്തിൻ്റെ മുന്നോട്ടെത്തുന്ന ഇതിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മളെ എത്തിക്കാൻ ആക്ച്വലി ദ പീരീഡ് ഓഫ് ഫാസ്റ്റിംഗ് നമ്മളെ ഹെൽപ്ഫുൾ ആക്കും. കാരണം നമ്മുടെ തോട്ടുകളുടെ എണ്ണം കുറയും സ്വാഭാവികമായിട്ട്. കാരണം ശരീരം ഒന്ന് ക്ഷീണിച്ചാൽ തന്നെ ഓവറായിട്ട് നമ്മൾ ആലോചിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ചില ആൾക്കാർക്ക് ശാരീരികമായിട്ട് ചില പ്രയാസങ്ങൾ വരുമ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞു, അവർക്ക് തന്നെ ഓർമ്മയില്ല അവരെന്താ പറഞ്ഞെന്നുള്ളത്. കാരണം അവരുടെ ബോധത്തിൽ പോലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് ശരീരം ഒന്ന് ക്ഷയിക്കുമ്പോഴേക്ക്, ശരീരത്തെ ഒന്ന് ഓഫാക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ കുറേ ചിന്തകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറയും. ചിന്തകളുടെ എണ്ണം കുറയുന്നതിലൂടെയാണ് ഓവർ തിങ്കിങ്, ആങ്സൈറ്റി ഒക്കെ കുറയുന്നത്. ഇതിനൊരു ക്ലിനിക്കൽ അഡ്വൈസ് ആയിട്ട് ഒരിക്കലും ഇരിക്കുന്നത്. ജനറലി ഓൾറെഡി ഫിറ്റായിട്ടിരിക്കുന്ന, മെൻ്റലി ഫിറ്റായിരിക്കണം നമുക്ക് തന്നെ ഓവർ തിങ്കിങ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ അങ്ങനത്തെ പോയിട്ടുള്ളവരെ കുറിച്ചുള്ള ആങ്സൈറ്റിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇൻ ദ സെൻസ് ജനറലി തന്നെ നമുക്കൊക്കെ ഓവർ തിങ്കിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിസിക്കലി കുറച്ചൊരു വീക്ക്നെസ്സിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മളൊന്ന് ഒന്ന് ഇത് കുറച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ, ആ ഫുഡിൻ്റെ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ മൈൻഡും കുറച്ചൊന്ന് ഓഫായി വരും. ഈ മൈൻഡും ബോഡിയും ചെറുതായിട്ടൊന്ന് ഓഫാകുമ്പോൾ ഓണാവുന്ന സാധനമാണ് സോൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആവണപ്പോഴേക്കാ ഒന്ന് ഉറങ്ങുമ്പോഴാണ്. ബോഡി ഓഫാണ്, മൈൻഡും ഓഫാണ്. നമ്മൾ അതുകൊണ്ടല്ലേ ചിലർ പറയില്ല ഉറങ്ങുന്ന സമയത്ത് ആത്മാവ് സഞ്ചരിക്കുന്നു, ബിക്കോസ് സോൾ ഫ്രീ ആവുന്നു എന്ന് പറയാറുണ്ട്. ഇനി അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സോൾ ഫ്രീ ആണ് എപ്പോഴാണ് മോക്ഷം കിട്ടുന്നപ്പോഴാണ് നമ്മൾ മരിക്കും. കാരണം മൈൻഡും ശരീരം ഫുള്ള് പോയി. അപ്പോൾ സോൾ ഫുൾ ഫ്രീ ആയി, ഫ്രീഡത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ റിലാക്സേഷനിലൂടെ ബോഡിയെയും മൈൻഡിനെയും ഒക്കെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നതിലൂടെ, അതിൻ്റെ ആക്ടിവിറ്റീസ് കുറയ്ക്കുന്നതിലൂടെ, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കുറയ്ക്കുന്നതിലൂടെ, നമ്മുടെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ സോളിൻ്റെ എനർജിയെ നമ്മൾ എവേക്കൻ ചെയ്യാം. നമ്മുടെ സ്പിരിച്വൽ പവർ കൂട്ടാനും
നമ്മളെ സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ് പല ആളുകളും കൂടുതലായിട്ട് ഫാസ്റ്റിംഗ് വ്രതം അനുഷ്ഠിക്കാൻ തയ്യാറായത്. ചില ആൾക്കാർ മൗനവ്രതം, ചില ആൾക്കാർ മറ്റേ ശാരീരികമായി തന്നെ അടക്കം പ്രാപിക്കുന്ന രീതിയിൽ വ്രതം പ്രാക്ടീസ് ചെയ്തത്, ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തത് അവർക്ക് സ്പിരിച്വൽ പവർ കൂടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ നമ്മുടെ സ്പിരിച്വൽ പവർ റീക്ലെയിം ചെയ്യാനും നമ്മുടെ സ്പിരിച്വൽ പവർ കൂട്ടാനുമുള്ള അടക്കം പ്രാപിക്കലായിട്ടാവണം നമ്മുടെ ഈ പ്രൊസീജിയേഴ്സുകൾ അല്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് മാറുന്നത്. ആൻഡ് ഓൾസോ ഇൻ കൺക്ലൂഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓൾറെഡി റഹ്മത്തിലാണ് എന്ന ബോധത്തെക്കുറിച്ചിട്ട് ബോധവാനാവാൻ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനുള്ളൊരു പരിശ്രമമാക്കിയിട്ട് റഹ്മത്തിൻ്റെ ദിനങ്ങളെ നിങ്ങൾ മാറ്റാം. ഞാൻ എന്തൊക്കെ റഹ്മത്ത് എന്നിലുണ്ട്, ഞാൻ ഏതൊക്കെ റഹ്മത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നത് ഉണർത്താൻ, അതിൽ നിന്നും ചിന്ത തെറ്റാതെ അതിൽ നിന്ന് എപ്പോഴെങ്കിലും വ്യതിചലിക്കുമ്പോഴേക്ക് വീണ്ടും ആ ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ നമ്മളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഓർത്തുകൊണ്ട് ആ ഉള്ള കാരുണ്യങ്ങളെ നമുക്ക് ഓർമ്മ വരുമ്പം അത് നിലനിർത്താൻ കൂടി വേണ്ടിയിട്ടാകട്ടെ കാരുണ്യവാനോടുള്ള പ്രാർത്ഥന. അല്ലാണ്ട് ഇല്ലാത്തത് ഇങ്ങനെ നോക്കിയിട്ട് അത് വേണം, ആ കാരുണ്യം ഉണ്ടാവണം, ഈ കാരുണ്യം ഉണ്ടാവണം. ഉള്ള കാരുണ്യം ഏതോ അത് തന്നെയാണ് ഇല്ലാത്തതിലേക്കുമുള്ള കാരുണ്യമായി മാറേണ്ടത്. കാരണം ആരോഗ്യത്തിൻ്റെ കാരുണ്യം, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞത്, ആരോഗ്യത്തിലുള്ള കാരുണ്യം അല്ലെങ്കിൽ ബർക്കത്ത് അല്ലെങ്കിൽ റഹ്മത്ത് അല്ലെങ്കിൽ സമ്പത്തിലുള്ളത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാധനമൊന്നുമില്ല. ഒക്കെ കാരുണ്യവാനായവൻ്റെ ഒറ്റ കാരുണ്യം. ഒരു കാരുണ്യം തന്നെ വ്യത്യസ്ത അനുഭവങ്ങളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഉള്ളതിനെ നിലനിർത്താൻ ഉള്ളതിൽ നമ്മൾ പിടിക്കുക, അതിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ പശ്ചാത്തപിക്കുക, അതിൽ നമ്മൾ പാപമോചനം തേടുക, അതിൽ നമ്മൾ ഫോർഗിവ്നെസ് ചോദിക്കുക. അത് മറന്നു പോയതിന് ഇതുകൂടി നമ്മുടെ ആക്ഷനുകളിലേക്ക്, റിച്വലുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ പ്രയറുകൾക്ക് പവർ കൂടും, റിച്വൽസിന് സ്ട്രെങ്ത് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ഫാസ്റ്റിങ്ങിനും കുറച്ചുകൂടി ഒരു എലവേഷൻ കിട്ടും, കുറച്ചുകൂടി ഉണർവും ഉന്മേഷമൊക്കെ കൊണ്ടുതരാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീക്കിൽ ഇതിൻ്റെ കണക്ഷനിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത വീക്കിൽ ഡിസ്കസ് ചെയ്യാം. ഏകദേശമൊക്കെ എനിക്ക് ഈ വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള അവെയർനെസ് ചെറുതായിട്ടെങ്കിലും അവേക്കൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയാനുള്ള കാര്യം, നമ്മുടെ ടീമിൻ്റെ ഇഫ്താർ, നമ്മളെ റൂമീനായിട്ടും ഇഫ്താറും ഒരുമിച്ചാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്മിങ് സാറ്റർഡേ ആണ്, ഫെബ്രുവരി 28 നമ്മുടെ ഇഫ്താർ വരുന്നത്. അപ്പോൾ സാധാരണ റൂമീനായിട്ട് നൈറ്റ് ഒരു 9 മണി വരെ പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഇഫ്താർ ആയതുകൊണ്ട് നമ്മൾ 2 മണിക്ക് റൂമീനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ 2 മണിക്ക് തുടങ്ങിയിട്ട് ഈവനിങ് വരെ സെഷൻ പോയിട്ട് ഇഫ്താറോടുകൂടി പിരിയലാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ആ നമ്മുടെ ടീമിൻ്റെ ഗ്രാൻഡ് ഇഫ്താറിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്താൽ കിട്ടും. പറ്റുന്നവരൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കാം. ഇഫ്താർ ഞാൻ പറയാം, ഒരു ഫാസ്റ്റിങ്ങിൽ ഇരുന്നു കൊണ്ട് ഉള്ള വിസ്ഡം ഷെയറിങ്ങിന് അതിന് വേറൊരു ബ്യൂട്ടിയാണെന്നുള്ളത്. എല്ലാവരും അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇതേപോലെ ഒരുമിച്ച് നോമ്പിലായിട്ട് ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് വിസ്ഡംസൊക്കെ, ഡിവൈൻ വിസ്ഡംസും റിമംബറൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോയിട്ട് ദെൻ മൂവിങ് ടു ദ ഇഫ്താർ. ഞാൻ ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ ഇഫ്താർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു സ്നേഹത്തിലുള്ള ഒരു സീക്കർ സ്റ്റേറ്റിലിരിക്കുന്ന ഒരാളുടെ ഒരു ഇഫ്താറിൻ്റെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അയാൾ നോമ്പിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അയാൾക്ക് വല്ലാത്ത വേദനയായിരിക്കും. ഇതൊന്നും പോരണ്ട എന്ന്, എനിക്ക് നോമ്പ് മുറിക്കേണ്ട, എനിക്ക് ഭക്ഷണം ഭോജിക്കേണ്ട, എനിക്ക് കഴിക്കേണ്ട എന്നൊരവസ്ഥയിൽ ഇരുന്നിട്ട് മനസ്സോട് കൂടിയിട്ടായിരിക്കും അവരതൊന്നും പുറത്തേക്ക് വരുന്നത്. ആ ഒരു സ്റ്റേറ്റാണ്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. അല്ലാണ്ട് ബാങ്ക് കൊടുക്കാനായോ, ഇപ്പോൾ കൊടുക്കോ, ഇപ്പോൾ ആവോ, തുറക്കോ ആയോ എന്ന രീതിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും തുറന്നാൽ മതി, ഇതൊന്നും പുറത്ത് ചാടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. അതല്ലാതെ എനിക്കിതിൽ തന്നെ ആയിട്ട് ഈ അനുഭൂതി, ഈ സന്തോഷം, ഈ അനുഭവത്തിൽ തന്നെ ആകും എൻ്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അനുഭവങ്ങൾ, അനുഭൂതികൾ അതിലിങ്ങനെ നിറഞ്ഞിരിക്കുമ്പം ഇത് തെറ്റിനാകാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന അവസ്ഥയിലേക്ക് നമ്മളെ ബോധത്തെ എത്തിക്കുക എന്നുള്ളത്. അത്തരത്തിലൊരു ബോധത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടായിരിക്കണം നമ്മൾ ഇഫ്താർ സംഭവിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു പരിശ്രമമാണ് നമ്മളെ കമ്മിങ് റൂബി നൈറ്റ് ഇഫ്താർ എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്നവർ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ പറ്റുന്നവർക്ക് വരാൻ പറ്റുന്നവർ എന്തായാലും മെൻറ്റേഴ്സിനോട് കണക്ട് ചെയ്തിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ഓൾസോ നാളെ നമ്മൾ ഗൈഡഡ് കോഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈഡഡ് കോഡ് റംസാൻ സ്പെഷ്യലാണ്. അപ്പം പിന്നെ കൂടുതൽ ഞാൻ പറയണ്ടല്ലോ, ഇന്നത്തെ ടോക്ക് കേട്ടോണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാണ്. അപ്പോൾ CC ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി നൈസ് ഫോർ യു. ഇനി ചെയ്തവരുണ്ടെങ്കിൽ യു ക്യാൻ റിപ്പീറ്റ്, പലരും ചെയ്യുന്ന പോലെ തന്നെ യു ക്യാൻ റിപ്പീറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.